എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. തനിക്ക് ചുറ്റും അഭൗമമായ എന്തോ ഒരു സുഗന്ധം പരക്കുന്നത് മേനോൻ അറിഞ്ഞു. അയാൾ മൂക്ക് വിടർത്തി ആഞ്ഞു ശ്വസിച്ചു. ചെമ്പകത്തിൻ്റെ കടുത്ത ഗന്ധം അയാളുടെ നാസികയിലേക്ക് ഊഴ്ന്നു കയറി. എങ്ങുനിന്നോ വന്ന കനത്ത കോടമഞ്ഞ് അയാളുടെ കാഴ്ച മറച്ചു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം മേനോൻ്റെ മനസ്സിനുണ്ടായില്ല. പിന്നിലാരാ? അയാൾ വിറപൂണ്ട ശബ്ദത്തിൽ ചോദിച്ചു. എന്നാൽ പൊന്തൻ തവളകളുടെ കരച്ചിലല്ലാതെ മറ്റൊരു മറുപടിയും അയാൾക്ക് കിട്ടിയില്ല. ആരാ പിന്നിൽ? അയാൾ ചോദ്യം ആവർത്തിച്ചു. മറുപടി എന്നോണം ഹരഹര മഹാദേവ എന്ന മന്ത്രത്തോടെ ഒരു ഡമരു നാദമുയർത്തി. ഭയം കൊണ്ട് മേനോൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. പതിയെ അയാൾ തിരിഞ്ഞു നോക്കി. കനത്ത മൂടൽമഞ്ഞിനിടയിൽ പ്രാകൃത വേഷധാരിയായ ഒരാൾ, കയ്യിൽ നാദവിസ്മയം തീർക്കുന്ന ഡമരു, രുദ്രാക്ഷമാലകൾ അണിഞ്ഞ് മേലാസകലം ഭസ്മം പൂശിയിരിക്കുന്നു. നീണ്ടു വളർന്ന ദീക്ഷ. തനിക്ക് മുൻപിൽ നിൽക്കുന്നത് സിദ്ധവേദ പരമേശ് എന്ന മഹാമനുഷ്യനാണെന്ന് മേനോന് മനസ്സിലായില്ല. ആരാ? മേനോൻ ധൈര്യം സംഭരിച്ച് ആഘോരിയെ നോക്കി. സിദ്ധവേദ പരമേശ് മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ ആരുമാവട്ടെ, ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണിത ഫലം നിന്റെ ജീവൻ എടുക്കും. മേനോൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം നിറഞ്ഞു. താൻ ആരാടോ? അയാളുടെ ഒരു മുടിയും താടിയും കയ്യിലെ ചെണ്ടയും. മേനോൻ കൂടുതൽ സംസാരിച്ചു നിൽക്കാതെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. കാളകെട്ടിയിലെ മാന്ത്രികന്മാർ യക്ഷിയെ തളയ്ക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ജീവൻ നിലനിർത്താമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒന്ന് നീ മനസ്സിലാക്കുക. തക്ഷകൻ തീണ്ടിയാൽ രക്ഷയില്ല എന്ന് കണ്ട് കടലിന് നടുവിൽ കൊട്ടാരം കെട്ടിയ അഭിമന്യുപുത്രൻ പരീക്ഷത്തിൻ്റെ ഗതിയാണ് നിനക്ക്. രക്ഷപ്പെട്ടു എന്ന് നീ ആശ്വസിക്കുമ്പോൾ മരണം നിന്നെ തേടി വരും. നീ പോലും അറിയാതെ ഒരു നിഴൽ പോലെ മരണം നിന്റെ കൂടെയുണ്ട്. കരികാലൻ്റെ കാലപാശം നിന്നെ വരിഞ്ഞു മുറുക്കും. ഹരഹര മഹാദേവ. ത്രികാലങ്ങളെയും കൺമുൻപിൽ കാണുന്ന സിദ്ധവേദ പരമേശൻ്റെ വാക്കുകൾ അയാളെ പിന്തുടർന്നു. മംഗലത്തെത്തിയ ഉടനെ തന്നെ മേനോൻ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. ലക്ഷ്മി 1-2 തവണ ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും വിശപ്പില്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി. മേനോൻ്റെ മനസ്സ് നിറയെ വസുദേവൻ ഭട്ടതിരിയും സിദ്ധവേദ പരമേശൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. മരണഭയം തന്നെ ഒരു മനോരോഗിയാക്കുമോ എന്നയാൾ ഭയന്നു. വാതിൽ ശരിക്കും അടച്ചു എന്ന് പലവട്ടം അയാൾ ഉറപ്പുവരുത്തി. സമയം ഇഴഞ്ഞു നീങ്ങി. മംഗലത്ത് തറവാട്ടിലെ അവസാന പ്രകാശവും അണച്ച് അമ്മാളുവും കിടന്നു. തറവാടും പരിസരവും ഇരുട്ടിൽ മുങ്ങി. എല്ലാവരും ഉറക്കം പിടിച്ചപ്പോഴും കൃഷ്ണമേനോൻ കണ്ണു തുറന്നു കിടക്കുകയായിരുന്നു. ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ ശ്രീ പാർവതിയുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങും. നിദ്രാദേവി ഒന്ന് കനിഞ്ഞിരുന്നെങ്കിലെന്ന് അയാൾ കൊതിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചു. എപ്പോഴും അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം ക്ഷേത്രമണ്ണിൽ താന്ത്രികരുടെ പൂജ അതിൻ്റെ മൂർത്തിമാഭാവത്തിൽ എത്തിയിരുന്നു. നിരത്തിവെച്ച തൂഷണിലകളുടെ മുകളിൽ വാഴപ്പോളകൾ നിരത്തി 4 കളങ്ങൾ നിർമ്മിച്ചു. അതിൽ ആദ്യ 3 കളങ്ങളിൽ അരി, പുഷ്പം, അഷ്ടദ്രവ്യവും 4ാമത്തെ കളത്തിനുള്ളിൽ ക്ഷേത്രബലിക്കലിൽ നിന്നും ശേഖരിച്ച പൊടിയും നിരത്തി. കളങ്ങളുടെ 4 വശങ്ങളിലും നെയ് മുക്കി ചുറ്റിയ കോൽത്തിരികൾ കുത്തി നിർത്തി അഗ്നി പകർത്തി. ശേഷം ശങ്കരനാരായണ തന്ത്രികൾ ദേവദത്തന് കണ്ണുകൊണ്ടെന്തോ ആജ്ഞ നൽകി. ദേവൻ ഉടനെ ഒരു കൊച്ചുരുളിയിൽ ജലം നിറച്ച് ഹോമകുണ്ഡത്തിന് സമീപം വെച്ചു. ശേഷം അരയിൽ കരുതിയിരുന്ന ചെറിയ പട്ടുകിഴി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന മണ്ണ് ആ ജലത്തിലേക്ക് നിക്ഷേപിച്ച് മാറി നിന്നു. വാഴൂർ വസുദേവൻ ഭട്ടതിരി തളികയിൽ നിന്നും ഒരു പിടി കുങ്കുമമെടുത്ത് നെഞ്ചോട് ചേർത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ദേവൻ കൊണ്ടുവച്ച ജലത്തിലേക്ക് നിക്ഷേപിച്ചു. അടുത്ത നിമിഷം ജലം ഒന്നിളകി. പിന്നെ പതിയെ തെളിഞ്ഞു വന്നു. ഏവരുടെയും ദൃഷ്ടി അതിലേക്ക് തന്നെയായിരുന്നു. പതിയെ അതിൽ ഓരോ മുഖങ്ങൾ തെളിയാൻ തുടങ്ങി. അമ്മാളു, ലക്ഷ്മി,
അഭിമന്യു. അങ്ങനെ 3 പേരുടെയും മുഖം ജലത്തിൽ മാറി മാറി തെളിഞ്ഞു. അപ്പോൾ നാം വിചാരിച്ചതുപോലെ തന്നെ അവൾ സൂത്രത്തിൽ അവിടെ കയറി കൂടിയിരിക്കുന്നു. വാസുദേവൻ ഭട്ടതിരിയുടെ സ്വരം കടുത്തു. കഥകിൽ ആരോ മുട്ടുന്നത് കേട്ട് മേനോൻ ഞെട്ടി ഉണർന്ന് ചെവിയോർത്തു. തോന്നിയതാവുമെന്ന് കരുതി വീണ്ടും കണ്ണടച്ചതും മുട്ട ശബ്ദം വീണ്ടും കേട്ടു. അടുത്ത നിമിഷം ചുവരിലെ ക്ലോക്ക് മണി 12 അടിച്ചു. മേനോൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി. കഴുത്തിൽ രക്ഷയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് അയാൾ പതിയെ വാതിലിനടുത്തേക്ക് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ കതകിൻ്റെ കുറ്റി മാറ്റി. ചെറിയൊരു ഞരക്കത്തോടെ വാതിൽ തുറന്നു. പുറത്ത് അഭിമന്യു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് മേനോന് ശ്വാസം നേരെ വീണത്. ദേ ഉണ്ണി, ഈ അസമയത്ത് ഉണ്ണി ഉറങ്ങിയില്ലേ? മേനോൻ മുഖത്ത് ഉരുണ്ടുകൂടിയ വിയർപ്പ് തുടച്ചുകൊണ്ട് അഭിയെ നോക്കി. കിടന്നിട്ട് ഉറക്കം വന്നില്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അഭി അയാളുടെ മുഖത്ത് നോക്കാതെ അകത്തേക്ക് കടന്നു. ഇവനിത് എന്ത് പറ്റി? മേനോൻ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു. എന്തായിപ്പോൾ അതിന് മാത്രം വലിയ കാര്യം? നമുക്ക് നാളെ സംസാരിച്ചാൽ പോരെ? അയാൾ അല്പം ഈർഷ്യത്തോടെ അഭിയെ നോക്കി. പോരാ. പെട്ടെന്ന് അഭി വെട്ടിത്തിരിഞ്ഞു. അവൻ്റെ മുഖഭാവം കണ്ട് കൃഷ്ണമേനോൻ അമ്പരന്നു. അയാൾക്ക് മറുത്തൊന്ന് പറയാൻ തോന്നിയില്ല. എന്താ അറിയേണ്ടത്? ചോദിക്ക്. എനിക്കറിയേണ്ടത് ശ്രീ പാർവതിയെക്കുറിച്ചാണ്. അഭി ശ്രീ പാർവതി എന്ന് പറഞ്ഞത് മേനോൻ നടുങ്ങി വിറച്ചു. അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അഭി അടുത്ത ചോദ്യം ഉന്നയിച്ചു. അവളെ എന്തിനാ കൊന്നത്? കൊല്ലല്ലേ എന്ന് അവൾ കരഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നിട്ടും കൊന്നു. തെറ്റല്ലേ ചെയ്തത്? അവൻ്റെ സ്വരം മാറി വരുന്നത് മേനോൻ ശ്രദ്ധിച്ചു. പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അഭിയുടെ മുഖം വ്യക്തമല്ല. പക്ഷേ ഇത് തൻ്റെ കൊച്ചുമകൻ തന്നെയാണോ എന്ന സംശയം മേനോൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. പെട്ടെന്ന് നറുനിലാവ് പൊഴിച്ചു നിന്ന പൂർണ്ണചന്ദ്രൻ മേഘപാളികളിൽ മുഖമൊളിപ്പിച്ചു. മരണത്തിൻ്റെ സംഗീതം പോലെ എവിടെ നിന്നോ നായ്ക്കൾ കൂട്ടമായി ഓരിയിടാൻ തുടങ്ങി. രാത്രി സഞ്ചാരിയായ ഒരു വലിയ മൂങ്ങ മുറിയിലെ കഴുക്കോലിൻ്റെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. അതിൻ്റെ വലിയ മത്തക്കണ്ണുകളിൽ അസാധാരണമായ ഒരു തിളക്കമുണ്ടെന്ന് മേനോന് തോന്നി. ഭയം തന്നെ വരിഞ്ഞു മുറുക്കുന്നത് മേനോൻ അറിഞ്ഞു. അയാൾ പതിയെ അഭിയുടെ തോളിൽ കൈവച്ചു. അവൻ പതിയെ അയാൾക്ക് നേരെ തിരിഞ്ഞതും മേനോൻ ഞെട്ടിവിറച്ചുകൊണ്ട് പിന്നോട്ട് മാറി. കണ്ണ് ചിമ്മിക്കൊണ്ട് കൃഷ്ണമേനോൻ ഒന്നുകൂടി അഭിയെ നോക്കി. അവൻ്റെ മുഖം പൊട്ടി ചോരയൊലിക്കുന്നു. കടവായുടെ വശങ്ങളിൽ കൂടി 2 കൊമ്പലുകൾ വളർന്നു നിൽക്കുന്നു. പതിയെ അഭിയുടെ രൂപം ശ്രീ പാർവതിയുടേതാവുന്നത് കണ്ട് മേനോൻ്റെ തൊണ്ട വരണ്ടു. കഴുക്കോലിൽ സ്ഥാനമുറപ്പിച്ച മൂങ്ങ മേനോനെ തന്നെ നോക്കിയിരുന്നു. മേനോൻ പതിയെ പിന്നോട്ട് നീങ്ങി ചുവരിൽ ഇടിച്ചു നിന്നു. കൺമുൻപിൽ കാണുന്നത് സത്യമാവലേ എന്ന് അയാൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഭയത്തിൻ്റെ കാഠിന്യത്തിൽ തൊണ്ട വരണ്ട കൃഷ്ണമേനോൻ മേശയിൽ വച്ചിരുന്ന കൂജയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. വായിൽ നിറഞ്ഞ വെള്ളത്തിന് രക്തത്തിൻ്റെ ചുവ അനുഭവപ്പെട്ടതും അയാളത് നീട്ടിത്തുപ്പി. കയ്യിൽ നിന്നും കൂജ തെന്നി താഴെ വീണു ചിതറി. അതിൽ നിന്നും രക്തമൊഴുകി പടർന്നു. ഭയം അയാളുടെ മനസ്സിൽ സംഹാര താണ്ഡവമാടി. പുറത്താരോ ഉറക്കെ വിളിക്കുന്ന ശബ്ദം. ഉണ്ണി, ഉണ്ണി. മേനോൻ ഞെട്ടി കണ്ണു തുറന്നു. അല്പസമയത്തേക്ക് അയാൾക്കൊന്നും വ്യക്തമായില്ല. കൈയെത്തിച്ച് ലൈറ്റിട്ടു. മുറിയിൽ മങ്ങിയ പ്രകാശം പരന്നു. അയാൾ വിയർത്ത് കുളിച്ചിരുന്നു. എന്താ സംഭവിച്ചത്? ഉണ്ണി, ശ്രീപാർവതി, മൂങ്ങ, രക്തം. മേനോൻ ഭയപ്പാടോടെ ചുറ്റും നോക്കി. ഇല്ല, ഒന്നിന് മാറ്റമില്ല. ജലം നിറച്ച മൺകൂജ മേശയിലിരിക്കുന്നു. വാതിൽ അടഞ്ഞുകിടക്കുന്നു. താനൊരു ദുർസ്വപ്നം കണ്ടതാണെന്ന് അപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധ്യമായത്. മുണ്ട് മുറുക്കിയെടുത്ത് ദേഹത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് മേനോൻ കട്ടിൽ നിന്നും ഇറങ്ങി. കൂജയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ഒറ്റ വീർപ്പിന് അതിലെ ജലം മുഴുവൻ കുടിച്ചു. മേനോനെ, ഇനിയുള്ള രാത്രികളിൽ മരണഭയം തന്നെ വേട്ടയാടും. ഊണും ഉറക്കവും നഷ്ടമാകും. ക്ഷേത്രമണ്ണിൽ നിന്ന് മടങ്ങുമ്പോൾ വാഴൂർ വസുദേവൻ ഭട്ടതിരി പറഞ്ഞ വാക്കുകൾ സത്യമായിരിക്കുന്നു.
മേശവലിപ്പിൽ നിന്നും രാഘവൻ സമ്മാനിച്ച റഷ്യൻ ചുരുട്ടെടുത്ത് അയാൾ തീയരിച്ചു. മുറിയിലെ മങ്ങിയ പ്രകാശത്തിനു മീതെ ആ വിദേശിയുടെ തല ജ്വലിച്ചു നിന്നു. ചുരുട്ട് ആഞ്ഞു വലിച്ച് പുക പുറത്തേക്ക് തള്ളുമ്പോൾ പാടവരമ്പിൽ കണ്ട പ്രാകൃത മനുഷ്യൻ്റെ വാക്കുകൾ മേനോൻ ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. താൻ പോലും അറിയാതെ തനിക്കൊപ്പമുള്ള മരണം. ആരാണത്? സ്വപ്നത്തിൽ ശ്രീ പാർവതി ഉണ്ണിയുടെ രൂപത്തിൽ വന്നത് എന്തുകൊണ്ടാകും? ഇനിയിപ്പോൾ ക്ഷേത്രം വിട്ട ആ ദുരാത്മാവ് അവനിൽ കുടിയേറിയോ? ചുരുട്ടിനേക്കാൾ വേഗത്തിൽ അയാളുടെ ചിന്തകൾ എരിഞ്ഞു തുടങ്ങി. മേനോൻ ജാലകവാതിൽ മലർക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി. പുഞ്ചിരിച്ചു നിൽക്കുന്ന തിങ്കൾക്കല. മരങ്ങളുടെ ഇലച്ചാർത്തുകളിൽ പതിഞ്ഞ മഴത്തുള്ളികൾ നിലാവെളിച്ചം തട്ടി വജ്രശോഭയോടെ വിളങ്ങുന്നു. ചുരുട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ട കനത്ത പുക ഉരുണ്ടുകൂടി അയാളുടെ കാഴ്ച മറച്ചു. ശാന്തമായ പ്രകൃതിയുടെ മാസ്മരികതയിൽ തനിക്ക് മേൽ മരണം കരിമ്പട പൊതിച്ച് നിൽക്കുന്നത് അയാൾ അറിഞ്ഞില്ല. ക്ലോക്കിലെ സൂചികൾ ഇഴഞ്ഞു നീങ്ങി. ബ്രഹ്മയാമത്തിൻ്റെ ഉണർവറിയിച്ചുകൊണ്ട് ഒരു മയൂരം ഉറക്കെ കരഞ്ഞു. വള്ളക്കടത്ത് ദേവീക്ഷേത്ര മണ്ണിൽ നടന്ന നിഗൂഢ പൂജകൾ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. പന്തിയൂർ ഇല്ലത്തെ വാമദേവൻ തന്ത്രി രാശിപ്പലകയിൽ കവടി നിരത്തി. കൂട്ടിയും കിഴിച്ചും രാശികളിൽ നിന്നും രാശികളിലേക്ക് മാറിയ ലക്ഷണം ഒടുവിൽ ചിങ്ങം രാശിയിൽ ഉറച്ചു. ചിങ്ങം ഉത്തമം. പക്ഷേ അവിടെയും ചെറിയൊരു തടസ്സം കാണുന്നല്ലോ. ദേവീപ്രസാദം കുറവാണ്. പുനർപ്രതിഷ്ഠ വേണമെന്ന് ലക്ഷണം. ശങ്കരനാരായണ തന്ത്രിയുടെ നെറ്റി ചുളിഞ്ഞു. പുനർപ്രതിഷ്ഠ നടത്തണമെങ്കിൽ ഇല്ല, സമയം വളരെ കുറവാണ്. ഇനിയും മാസങ്ങൾ കാത്തിരിക്കുക എന്നത് അസാധ്യം. ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്ത് നിരാശ പടർന്നു കഴിഞ്ഞിരുന്നു. പുലർക്കാലത്ത് ധ്യാനം പൂർത്തിയാക്കി സിദ്ധികൾ വീണ്ടെടുത്ത് രുദ്രശങ്കരൻ അറയിൽ നിന്നും പുറത്തിറങ്ങും. ഞാൻ എന്താ എൻ്റെ ഉണ്ണിയോട് പറയുക? മേ ദേവി, പരീക്ഷിക്കരുതേ. ചെയ്ത കർമ്മങ്ങൾക്ക് ഫലമില്ലാതെ പോകൂ എന്ന് ആ വയോവൃദ്ധൻ ആകുലപ്പെട്ടു. മറ്റൊരു വഴി കാണാതിരിക്കില്ല. ഒരിക്കൽ കൂടി നോക്കൂ. വാഴൂർ വസുദേവൻ ഭട്ടതിരി പ്രതീക്ഷ കൈവിട്ടില്ല. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കവടി ഉരുട്ടി ഒരു പിടിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ചു വാമദേവൻ തന്ത്രി. ചിങ്ങം രാശിയിൽ തന്നെ വീണ്ടും എത്തിയതോടെ വസുദേവൻ ഭട്ടതിരിയുടെ മുഖത്ത് നിരാശയുടെ കാർമേഘം തിങ്ങി. എന്നാൽ വാമദേവൻ തന്ത്രിയുടെ മുഖത്ത് അല്പം ആശ്വാസം തെളിഞ്ഞു. ഒരു വഴി തെളിയുന്നു. പുനർപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം ഈ മണ്ണിൽ തന്നെയുണ്ട് എന്ന് സൂചന. ഇവിടെ ശങ്കരനാരായണ തന്ത്രികൾ ആകാംക്ഷയുടെ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. പക്ഷേ സൂചന മാത്രമേ ഉള്ളൂ. എവിടെയാണെന്നത് തെളിയുന്നില്ല. ആരുടൻ തടയുന്നു. സാരമില്ല, അങ്ങനെ ഒന്നുണ്ട് എന്ന് വ്യക്തമായല്ലോ. ഏത് വിധേനയും നമ്മളത് കണ്ടെത്തും. ഒരുപക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ തെളിയാത്ത ആ വിഗ്രഹം മറ്റൊരു കണ്ണിൽ തെളിയും. പ്രതീക്ഷ കൊണ്ട് ശങ്കരനാരായണ തന്ത്രിയുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. കിഴക്കൻ മലനിരകൾ പൊന്നിൻ പ്രഭയിൽ മുങ്ങിക്കുളിച്ച് ആദിത്യൻ്റെ വരവറിയിച്ചു. മംഗലത്ത് കൃഷ്ണമേനോൻ്റെ മനസ്സിലും പ്രതീക്ഷയുടെ സൂര്യൻ തെളിഞ്ഞു. ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടിയ ശ്രീപാർവതി എന്ന രക്ഷസിൽ നിന്നും താൻ രക്ഷ നേടും. എന്നിട്ട് വേണം മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ. വല്യച്ഛൻ എന്താ ആലോചിക്കുന്നേ? പിന്നിൽ നിന്നും ഉയർന്ന അഫിയുടെ ചോദ്യം മേനോനെ ചിന്തയിൽ നിന്നും ഉണർത്തി. ഒന്നുമില്ല. രാഘവനും കുമാരനും എന്തേ വൈകുന്നുവെന്ന് ആലോചിക്കുകയായിരുന്നു. അയാൾ അഫിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവന് പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊന്നും അയാൾക്ക് തോന്നിയില്ല. കുമാരൻ നൽകിയ രക്ഷ കൂടി അഫിയുടെ കഴുത്തിൽ കണ്ടപ്പോൾ മേനോൻ്റെ സംശയം പാടെ മാറി. എന്നാൽ ശ്രീ പാർവതി അവിടെ തന്നെ മറ്റൊരാളിൽ ആവേശിച്ചിരിക്കുന്നത് അയാൾ അറിഞ്ഞില്ല. തലേ രാത്രിയിലെ തനിക്കുണ്ടായ അനുഭവം അഫിയോട് പറയണോ വേണ്ടയോ എന്ന ചിന്ത ഒരിക്കൽ കൂടി അയാളുടെ തലയ്ക്ക് ചൂട് പിടിപ്പിച്ചു. മേനോനിൽ കടന്നുകൂടിയ മരണഭയം കണ്ട് അകത്തളത്തിൽ നിന്ന് ശ്രീ പാർവതി നിശബ്ദമായി ചിരിച്ചു. നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? പോയി ഒരു കാപ്പി കൊണ്ടുവാ. എന്തോ ആലോചനയിൽ മുഴുകിയിരുന്ന ലക്ഷ്മിയെ മേശയിൽ തട്ടി അഫി ഉണർത്തി. രസച്ചരട് പൊട്ടിയതിൻ്റെ ദേഷ്യത്തിൽ അവന് നേരെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇവൾക്കിത് എന്ത് പറ്റി? അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ ചെറിയൊരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ അമ്മാളു രാവിലത്തെ കാപ്പിക്കുള്ള ഇഡ്ഡലി പാകമാക്കുന്ന തിരക്കിലാണ്. ലക്ഷ്മിയെ അവിടെയെങ്ങും കാണാത്തതിൽ അഫിയിൽ
നിരാശയും ആകാംക്ഷയും ഒരുപോലെ ഉദിച്ചു. ലച്ചു എവിടെ? അവൻ അമ്മാളുവിനെ നോക്കി. ഞാനൊരു കാപ്പിയാക്കാൻ പറഞ്ഞിട്ട് അവൾ ഇത് എങ്ങോട്ട് പോയി? അഫിയുടെ കപടദേഷ്യം കണ്ട് അമ്മാളുവിന് ചിരി വന്നു. കൊച്ചമ്പ്രാന് കാപ്പിയാണോ വേണ്ടത് അതോ ലക്ഷ്മിയെ കാണണോ? അവൾ ചെറുചിരിയോടെ അഫിയെ ഇടം കണ്ടിട്ട് നോക്കി. അഫിക്ക് ചെറിയൊരു ജാള്യത തോന്നാതിരുന്നില്ല. അല്ല, അത് അവളോട് കാപ്പി ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ. അവൻ വാക്കുകൾ കിട്ടാതെ വരുങ്ങി. കാപ്പി മതിയെങ്കിൽ ഞാനിട്ട് തരാട്ടോ. ലക്ഷ്മി ഇട്ടാലേ കുടിക്കുമെന്നാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 7 ദിവസം കഴിയണം. അവൾ പുറത്ത് ചാടി. പുറത്ത് ചാടിയോ? ആരുടെ പുറത്ത്? അഫി ആകാംക്ഷ മറച്ചു വെച്ചില്ല. പറ അമ്മാളു, എന്താ സംഭവം? അയ്യോ എൻ്റെ കൊച്ചമ്പ്ര, ആരുടെയും പുറത്ത് ചാടിയൊന്നുമല്ല. ഇനിയൊരു 7 ദിവസത്തേക്ക് മാറിയിരിക്കണം, അത്രേ ഉള്ളൂ. അതിന് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയും, അത്ര തന്നെ. ഓ ശരി ശരി, കാര്യം മനസ്സിലായ മട്ടിൽ അഫി തല കുലുക്കിക്കൊണ്ട് അമ്മാളു നൽകിയ കാപ്പിയുമായി അടുക്കള വിട്ടു. കാളകെട്ടിയിലെ അറയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ രുദ്രശങ്കരൻ ഉറക്കം വിട്ടെഴുന്നേറ്റിരുന്നു. അറയിൽ കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന തുരങ്കത്തിലൂടെ ഇല്ലത്തിൻ്റെ കിഴക്ക് വശത്തുള്ള കുളത്തിൽ നിന്ന് ജലം കടന്നു വരും. കഴിഞ്ഞ 6 ദിനവും അവിടെയാണ് രുദ്രൻ കുളിയും മറ്റും കഴിക്കുന്നത്. തുരങ്കത്തിൻ്റെ പകുതിയോളം മാത്രമേ ജലമെത്തുകയുള്ളൂ. കുളത്തിൽ ജലനിരപ്പ് ഉയർന്നാലും തുരങ്കത്തിൽ ജലത്തിൻ്റെ അളവ് കൂടില്ല. തച്ചന്മാരുടെ കുലഗുരുവായ പെരുന്തച്ചൻ്റെ തച്ചുശാസ്ത്രം പിഴയ്ക്കാത്ത മറ്റൊരു വിസ്മയം. കുളി കഴിച്ച് കയറുമ്പോൾ തനിക്ക് പുത്തൻ ഉന്മേഷം ലഭ്യമായതുപോലെ രുദ്രൻ അനുഭവപ്പെട്ടു. അറയിലെ ദേവീ വിഗ്രഹത്തിന് മുൻപ് സാഷ്ടാംഗം പ്രണമിച്ച് ഭസ്മമിട്ട് വിളക്ക് തെളിയിക്കുമ്പോൾ അടുത്ത ദിനത്ത് ശ്രീ പാർവതിയെ ആവാഹിക്കേണ്ട കർമ്മങ്ങൾ കണക്കുകൂട്ടി തുടങ്ങി ആ മഹാമാന്ത്രികൻ. പീഠത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണനിർമ്മിത സ്ത്രീരൂപത്തിലേക്ക് രുദ്രൻ സൂക്ഷിച്ചു നോക്കി. ശ്രീ പാർവതി, എന്നെ പോലും ചതിച്ച നിന്നെ ഇനിയും അഴിഞ്ഞാടാൻ വിടില്ല. ഇനിയൊരു മടക്കമില്ലാതെ ആവാഹിക്കും നിന്നെ ഞാൻ. രുദ്രൻ തൻ്റെ കടപ്പല്ല് ഞെരിച്ചു. സമയം അതിക്രമിക്കുന്നതിൻ്റെ സൂചനയെന്നോണം സുവർണനാഗം രുദ്രൻ്റെ കാലുകളിൽ തൻ്റെ മുഖമുരസി. സർപ്പശ്രേഷ്ഠൻ്റെ കൃത്യതയ്ക്ക് മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ രുദ്രൻ തൻ്റെ കർമ്മങ്ങൾ ആരംഭിച്ചു. അതിശക്തമായ ദുർഗാമന്ത്രങ്ങൾ ആ മാന്ത്രികൻ്റെ നാവിൽ നിന്നുതിർന്നു വീണു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ അതേ മന്ത്രം 21 തവണ ജപിച്ച് ദുർഗാദേവിയെ ആരാധിക്കുക വഴി ശത്രുജയം നിശ്ചയം. 21ാം ഉരു പൂർത്തിയായതും രുദ്രൻ്റെ കർണങ്ങളെ ഒരു മധുരസ്വരം തഴുകി. രുദ്ര, മിഴി തുറക്കൂ. നിന്നിൽ ഞാൻ സംപ്രീതനാണ്. മിഴി തുറക്കൂ. അതിലോലവും എന്നാൽ ആജ്ഞാശക്തിയുള്ളതുമായ ആ സ്വരം കാതുകളിൽ പതിഞ്ഞതും രുദ്രശങ്കരൻ പതിയെ മിഴികൾ ചിമ്മിത്തുറന്നു. തൻ്റെ മുൻപിലെ ദുർഗാദേവിയുടെ പൂർണ്ണമായ വിഗ്രഹത്തിനു ചുറ്റും അഭൗമമായ ഒരു പ്രകാശം തെളിഞ്ഞത് കണ്ട് രുദ്രൻ കൈകൾ കൂപ്പി. രുദ്ര, നിനക്ക് നഷ്ടമായ സിദ്ധികൾ വീണ്ടും ലഭ്യമാകാൻ പോകുന്നു. ഒപ്പം ഈ ഇല്ലത്തെ മുൻ തലമുറയിലെ 7ാം കണ്ണിയായ ദേവനാരായണ തന്ത്രികൾ മാത്രം ദർശിച്ച എൻ്റെ വിശ്വരൂപവും നീ ദർശിക്കും. നിനക്ക് മുൻപിലെ പീഠത്തിലിരിക്കുന്ന താളിയോല ഗ്രന്ഥം കൈക്കൊള്ളുക. ഇനിയുള്ള കർമ്മങ്ങളിൽ നിനക്കവ ഉപകരിക്കും. രുദ്രൻ മുൻപിലെ പീഠത്തിലേക്ക് കണ്ണോടിച്ചു. അവിടെ കുങ്കുമത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ചുവന്ന പട്ടിൻ്റെ പൊതി. സംശയിച്ചിരിക്കാതെ എടുത്തുകൊള്ളൂ. വീണ്ടും ആ മഹാമായയുടെ ആജ്ഞാസ്വരം കേട്ടതും രുദ്രശങ്കരൻ പൊതി തൊട്ട് തൊഴുത് കയ്യിലെടുത്തു. അടുത്ത നിമിഷം ദേവിയുടെ കണ്ണുകളിൽ നിന്നും അതിശക്തമായ പ്രകാശരശ്മികൾ രുദ്രൻ്റെ തിരുനെറ്റിയിൽ പതിച്ചു. ആ ഊർജത്തിൻ്റെ പ്രഭാവത്തിൽ ആ ശരീരം വിറകൊണ്ടു. നഷ്ടമായ സിദ്ധികളുടെ പുനരാഗീകരണം താങ്ങാൻ സാധിക്കാതെ തൻ്റെ ബോധമണ്ഡലം മറയുന്നത് അവനറിഞ്ഞു. അർദ്ധബോധാവസ്ഥയിലും കയ്യിലിരുന്ന താളിയോല ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. അതേസമയം തൻ്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ദേവിയുടെ വിശ്വരൂപത്തെ കണ്ണിറഞ്ഞു കണ്ടു. തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും വജ്രസമാനമായ ദ്രംഷ്ടകളുമുള്ള സിംഹവാഹനം. വലതു കൈയിൽ വാളും ത്രിശൂലവും ചക്രവും ഐശ്വര്യ ശ്രീചക്ര ലേഖിതവും. ഇടം കൈകളിൽ ശത്രുവിനെ നെഞ്ചു തകർക്കുന്ന ഗദയും വലംപിരി ശംഖും. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയത്തിൽ സൂര്യ തേജസ്സോടെ വിളങ്ങുന്ന ആദിശക്തിയുടെ മുഖം നോക്കി അപ്പോൾ ഭൂജാതനായ ശിശുവിനെ പോലെ കിടന്നു രുദ്രശങ്കരൻ.
അപ്സരസുകൾ പോലും നാണിച്ചു തലതാഴ്ത്തിയ പ്രകൃതിയിലെ സർവ്വസൗന്ദര്യവും സംഗമിച്ച പൂനിലാവിൻ്റെ തെളിമയുള്ള മോഹനരൂപത്താൽ മഹിഷാസുരൻ്റെ മാറുപിളർത്തിയ സത്യത്തെ അന്ന് ആദ്യമായി രുദ്രൻ കണ്ണിറഞ്ഞു കണ്ടു. കൈകാലുകൾ അനക്കാൻ സാധിക്കാത്ത അപൂർവ ദർശന നിമിഷത്തിലും അണഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളാൽ അവൻ ലളിത സഹസ്രനാമധ്യാനം ഉരുവിട്ടു. അഷ്ടദിക്കും വിറപ്പിക്കുന്ന ഗർജനത്തോടെ ദേവിയുടെ വാഹനശ്രേഷ്ഠൻ തൻ്റെ വലത് കൈ ആ മഹാമാന്ത്രികൻ്റെ ഇടനെഞ്ചിലേക്ക് അമർത്തി. എവിടെ നിന്നോ ഉയർന്ന ശങ്കുലിയും മണിയൊച്ചയും അറയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. തൻ്റെ ഇടനെഞ്ചിലമർന്ന കേസരി വീരൻ്റെ കൂർത്ത നഖങ്ങൾ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുന്നത് രുദ്രനറിഞ്ഞു. വേദനയുടെ ഒരു ചെറുലാഞ്ചന പോലുമില്ലാതെ താൻ സുഖലോലുപതയുടെ മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കും പോലെയാണ് രുദ്രനത് അനുഭവപ്പെട്ടത്. ആഴ്ന്നിറങ്ങിയ നഖങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് ചാലിട്ടൊഴുകിയ ചുടുനിണം ആ മൃഗേന്ദ്രൻ നാവ് നീട്ടി നുണഞ്ഞപ്പോൾ രുദ്രൻ്റെ ഉള്ളിലടങ്ങിയ അഹന്തയുടെ അവസാന കണികയുടെ നാശം സംഭവിക്കുകയായിരുന്നു. നിമിഷങ്ങളുടെ ഇടവേളയിൽ എപ്പോഴോ രുദ്രൻ്റെ കണ്ണുകൾ അടഞ്ഞു. അതേസമയം വള്ളക്കടത്ത് ദേവീക്ഷേത്രത്തിൽ ഗ്രാമവാസികൾ അന്നേ ദിവസത്തെ ശുചീകരണത്തിന് തുടക്കം കുറിച്ചു തുടങ്ങിയിരുന്നു. കാടും പടലും വെട്ടി നീക്കുമ്പോഴാണ് വെളിച്ചപ്പാട് ആ കാഴ്ച കാണുന്നത്. കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു മുന്തിയ ഇനം കാറ് കിടക്കുന്നു. പരിഭ്രാന്തിയോടെ അയാൾ ആളുകളെ വിളിച്ചുകൂട്ടി. കൂട്ടത്തിൽ ഒരാൾ കാറ് തിരിച്ചറിഞ്ഞു. വിവരം മംഗലത്ത് കൃഷ്ണമേനോൻ്റെ ചെവിയിലുമെത്തി. കേട്ടത് സത്യമാവല്ലേ എന്ന പ്രാർത്ഥനയോടെ അയാൾ അങ്ങോട്ടേക്ക് കുതിച്ചു. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി മുൻപോട്ട് നോക്കിയത് മേനോൻ നെഞ്ചിൽ കൈവച്ചു. എല്ലാത്തിനും സാക്ഷിയായ കാളകെട്ടിയിലെ ശങ്കരനാരായണ തന്ത്രികൾ അയാളുടെ ചുമലിൽ കൈയമർത്തി. മേനോന് കാര്യങ്ങൾ വ്യക്തമായെന്ന് നമുക്കറിയാം. തന്നോട് ബോധപൂർവം ഞാനിത് മറച്ചു വയ്ക്കുകയായിരുന്നു. കൃഷ്ണമേനോന് വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. ശ്രീപാർവതിയുടെ പ്രതികാരം ഇനി തന്നോട് മാത്രമെന്ന സത്യം അയാളെ തളർത്തി. എൻ്റെ വലത് കൈയാണ് അവളെടുത്തത്. ഒരു നോക്ക് കാണാൻ പോലും എൻ്റെ കുമാരനെ അവൾ എനിക്ക് തന്നില്ലല്ലോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേനോൻ തലകുനിച്ച് നടന്നകന്നു. ആദിത്യ കിരണങ്ങൾക്ക് കടുപ്പമേറിയപ്പോഴാണ് ശങ്കരനാരായണ തന്ത്രികൾ തപം പൂർത്തിയാക്കി പുറത്തു വരുന്ന മകനെക്കുറിച്ച് ഓർത്തത്. ക്ഷേത്രത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സഹായതന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം ഇല്ലത്തിലേക്ക് പോയി. കാറ്റിൻ്റെ വേഗതയിൽ ഇല്ലത്തെത്തിയ തന്ത്രികൾ അറവാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട് നടുമുറ്റത്ത് അക്ഷമനായി കാത്തുനിന്നു. അറയിൽ അപ്പോഴും ബോധരഹിതനായി കിടക്കുകയായിരുന്നു രുദ്രശങ്കരൻ. അതിശക്തമായ സിദ്ധിവൈഭവങ്ങളുടെ പുനരാഗീകരണം ആ യുവാവിൻ്റെ ശരീരത്തെ കൂടുതൽ തേജസ്സുള്ളതാക്കിയിരുന്നു. ദേവി വിഗ്രഹത്തിൽ നിന്നും മഞ്ഞുതുള്ളിയുടെ നൈർമല്യമുള്ള ഒരു ജലകണം അടർന്ന് രുദ്രൻ്റെ മുഖത്ത് പതിച്ചു. കണ്ണു തുറന്ന് എഴുന്നേറ്റപ്പോൾ എല്ലാം പഴയ പോലെ തന്നെ. നിമിഷങ്ങൾ പാഴാക്കാതെ അറ തുറന്ന് പുറത്തേക്ക് കാൽ നീട്ടുമ്പോൾ സംഭവ്യമായതൊക്കെയും യാഥാർത്ഥ്യമെന്നതിന് തെളിവായി ദേവി സമ്മാനിച്ച താളിയോല ഗ്രന്ഥവും ഇടനെഞ്ചിലെ സിംഹപാദമുദ്രയും അവശേഷിച്ചു. വലിയൊരു ശബ്ദത്തോടെ അറവാതിൽ തുറക്കപ്പെട്ടത് കണ്ട് മകനെ സ്വീകരിക്കാൻ ശങ്കരനാരായണ തന്ത്രികൾ ഒരുങ്ങി നിന്നു. നീണ്ടുവളർന്ന ദീക്ഷയും തിളങ്ങുന്ന കണ്ണുകളും ബലിഷ്ഠവും തേജസ്സുറ്റതുമായ ശരീരവുമായി സൃഷ്ടിയുടെ മറ്റൊരു കലാവിരുത്തിൽ രൂപം കണ്ട മനുഷ്യനെ പോലെ അവൻ പുറത്തേക്ക് കടന്നു. 7 നാളത്തെ നിലവറവാസം തൻ്റെ മകനിൽ വരുത്തിയ മാറ്റങ്ങൾ ഒരച്ഛൻ എന്ന നിലയിൽ ശങ്കരനാരായണ തന്ത്രിയെ ആകുലപ്പെടുത്തിയെങ്കിലും രുദ്രനിൽ നിന്നും അറിഞ്ഞ പുതുവൃത്താന്തങ്ങൾ ആ മഹാമാന്ത്രികനെ പുളകം കൊള്ളിച്ചു. അച്ഛാ, സമയം ഇനിയും പാഴാക്കാനില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തണം. അവളെ ബന്ധിക്കുക എന്നത് ഇന്നെൻ്റെ ആവശ്യം കൂടിയായിരിക്കുന്നു. രുദ്രനെ തെളിഞ്ഞ ആവേശം പക്ഷേ ശങ്കരനാരായണ തന്ത്രിയെ കൂടുതൽ വിഷമിപ്പിച്ചു. ഇടറിയ സ്വരത്തോടെ മകനോട് ആ അച്ഛൻ പുലർക്കാലെ രാശിയിൽ തെളിഞ്ഞ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ രുദ്രൻ്റെ മുഖത്ത് അപ്പോഴും മൗനം തിങ്ങിയില്ല. ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദേവിയിൽ നിന്നും ലഭ്യമായ വരപ്രസാദത്തെ നെഞ്ചോടടക്കി അവൻ ക്ഷേത്രത്തിലേക്ക് യാത്രയാവാൻ തിരക്കുകൂട്ടി. ഇരുവരും തിരികെ എത്തുമ്പോഴേക്കും ക്ഷേത്രത്തിൽ പണികൾ പൂർത്തിയായിരുന്നു. പാതി പൊളിഞ്ഞ ചുറ്റുമതിലും നിറം മങ്ങിയ ബലിക്കല്ലും പായലും
ക്ലാവും വാശിയോടെ വിഴുങ്ങിയ കൽവിളക്കുമൊഴിച്ചാൽ പഴയകാല പ്രൗഢിയൊട്ടും നശിക്കാതെ ആ മഹാക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. രുദ്രനെ കണ്ടതും ആളുകൾ ഭക്തിപുരസ്സരം വഴിയൊതുങ്ങി നിന്നു. രുദ്രശങ്കരൻ അല്പസമയം അവിടെ നിന്നു. നാളുകൾക്കപ്പുറം തനിക്ക് സംഭവിച്ച അപജയത്തിൻ്റെ മടുപ്പിക്കുന്ന ഓർമ്മ അയാളുടെ ചിന്തകളിലേക്ക് കടന്നു വന്നു. ഒരു നിമിഷം കണ്ണടച്ച് ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രുദ്രൻ മണ്ണിലൊരു നക്ഷത്രരൂപം വരച്ചു. ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യിലിരുന്ന താളിയോല ഗ്രന്ഥം നിവർത്തി 7-ാം ഏടിലെ മായപ്രത്യക്ഷ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നക്ഷത്ര ചിഹ്നത്തിൻ്റെ നടുവിൽ പെരുവിരലമർത്തി. അടുത്ത നിമിഷം ഉറവ പൊട്ടിയതുപോലെ അവിടെ നിന്നും ജലം പൊങ്ങിത്തുടങ്ങി. ചെറുചിരിയോടെ മുഖമുയർത്തിയ രുദ്രൻ ആകാംക്ഷഭരിതനായി തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും പരിതന്ത്രിമാരെയും നോക്കി. ഇനി ആർക്കും ആശങ്ക വേണ്ട. പുനർപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ. ശ്രീകോവിൽ തുറന്ന് ചൈതന്യം നശിച്ച പഴയ ബിംബം ഇളക്കി മാറ്റുന്ന മുറയ്ക്ക് പുനർപ്രതിഷ്ഠയ്ക്കുള്ള ദേവിയുടെ പൂർണ്ണകമായ വിഗ്രഹം കണ്ടുകിട്ടും. രുദ്രൻ്റെ വാക്കുകൾ തേന്മഴ പോലെയാണ് ഏവർക്കും തോന്നിയത്. ശങ്കരനാരായണ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദ്രുതഗതിയിൽ ശ്രീകോവിൽ തുറക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നിഷ്കളങ്കമായ കന്യകയുടെ നിണം കൊണ്ട് അശുദ്ധമായ ബലിക്കല്ല് ആരൊക്കെയോ ചേർന്ന് ഇളക്കി മാറ്റി. നാട്ടിലെ സന്നദ്ധരായ ചില ചെറുപ്പക്കാർ അതെടുത്ത് വള്ളക്കടുത്ത് പുഴയിലേക്ക് തള്ളി. ഇരുവശത്തേക്കും ചിതറിമാറിയ പുഴയുടെ കൈകൾ ആ സ്മാരകശിലയെ തന്നിലേക്ക് വലിച്ചെടുത്തു. ശങ്കരനാരായണ തന്ത്രികൾ കഴുകി മിനുക്കിയ സോപാനപ്പടി തൊട്ട് തൊഴുതുകൊണ്ട് കൊട്ടിയടച്ച് ശ്രീകോവിലിൻ്റെ വാതിലിൽ ഒന്ന് തൊട്ടു. പുനർജന്മം കാത്തുകിടന്ന അഹല്യയെപ്പോലെ ആ വാതിൽ ഒന്ന് തേങ്ങിയോ എന്ന് അദ്ദേഹത്തിന് തോന്നി. വാസുദേവൻ ഭട്ടതിരി വച്ചു നീട്ടിയ ആമാടപ്പെട്ടിയിൽ നിന്നും താക്കോലെടുത്ത് മണിച്ചിത്രപ്പൂട്ട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും കാലപ്പഴക്കം കൊണ്ടും അനാഥത്വം കൊണ്ടും കടും പൂട്ട് വീണുപോയ ആ വാതിൽ ഇഷ്ടകളിപ്പാട്ടം കിട്ടാത്ത കുട്ടിയെപ്പോലെ ഞരങ്ങി. പൂട്ട് തുറക്കാൻ അച്ഛൻ പാടുപെടുന്നത് കണ്ട് രുദ്രശങ്കരൻ അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. കഠിന പരിശ്രമത്തിൽ വശം കെട്ട ആ വയോവൃദ്ധൻ പൂട്ട് തുറക്കുക എന്ന ഉദ്യമം മകന് വിട്ടു നൽകി. ഏതൊരു തടസ്സത്തെയും അതിജീവിക്കാൻ സാക്ഷാൽ വിഘ്നവിനായകന് മാത്രമേ സാധിക്കൂ എന്ന സത്യം അച്ഛൻ മറന്നപ്പോൾ മകൻ ഓർമ്മിച്ചു. ചെറിയൊരു ഞരക്കത്തോടെ പൂട്ട് തുറക്കപ്പെട്ടു. മകന്റെ കഴിവുകൾ തന്നേക്കാൾ മെച്ചപ്പെട്ടതിൽ ശങ്കരനാരായണ തന്ത്രികൾ അഭിമാനിച്ചു. ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തകൃതിയാകുമ്പോൾ മംഗലത്ത് തറവാട്ടിലെ ഒഴിമുറിയിൽ ലക്ഷ്മി വെടിയേറ്റ വെരുകിനെ പോലെ ഉഴറി നടന്നു. യാഥാർത്ഥ്യത്തിൽ ലക്ഷ്മിയിൽ ആവേശിച്ച ശ്രീപാർവതിക്ക് ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന കാര്യങ്ങൾ അസ്വസ്ഥത ഉളവാക്കുകയായിരുന്നു. രുദ്രശങ്കരൻ ശ്രീകോവിലിൻ്റെ വാതിൽ ശക്തിയിൽ അകത്തേക്ക് തള്ളി. പെട്ടെന്ന് പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഉരുണ്ടുകൂടിയ കാർമുകിൽ ഗർജിച്ചു. വെള്ളിനൂൽ പോലെയുള്ള മഴയ്ക്കൊപ്പം വെണ്മയുള്ള പ്രഭയോടുകൂടി ഒരു കൊള്ളിയാൻ മിന്നി. ആദ്യം മടിച്ചു നിന്ന വാതിൽ കരകര ശബ്ദത്തോടെ മലർക്കെ തുറക്കപ്പെട്ടത് ശ്രീപാർവതി ലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും എടുത്തെറിഞ്ഞതുപോലെ പുറത്തേക്ക് തെറിച്ചു. അവളുടെ മുഖം വികൃതമായി, പല്ലുകൾ പുറത്തേക്ക് വളർന്നു. വിശ്വരൂപം കൈക്കൊണ്ടവൾ മംഗലത്തെ തറവാടിൻ്റെ മുറ്റത്തുഴറി. കുമാരൻ്റെയും രാഘവൻ്റെയും മരണം മാനസികമായി തളർത്തിയ കൃഷ്ണമേനോൻ പൂമുഖത്തെ ചാരുകസേരയിൽ കണ്ണടച്ചു കിടന്നു. ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ തന്നെ അയാൾ അറിയുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ തടസ്സമില്ലാതെ നടക്കുമെന്ന് അറിഞ്ഞിട്ടും അയാളുടെ മനസ്സ് സ്വസ്ഥത കൈവരിച്ചില്ല. കൂട്ടാളികളുടെ മരണത്തിനപ്പുറം തന്നിലേക്കുള്ള ശ്രീപാർവതിയുടെ ദൃഷ്ടിയെപ്പറ്റിയുള്ള ചിന്ത അയാളുടെ മനസ്സ് അസ്വസ്ഥമാക്കി. ചിന്താഭാരത്താൽ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾക്കിടയിലൂടെ പടിപ്പുര കടന്നു വരുന്ന വ്യക്തിയെ കണ്ടതും ഉറക്കം മറന്നയാൾ ചാടി എഴുന്നേറ്റു. നിറഞ്ഞ ചിരിയോടെ കടന്നു വന്ന കാളകെട്ടിയിലെ തന്ത്രിമാരുടെ കൈക്കാരൻ ദേവദത്തൻ പഴയ പോലെ തന്നെ മുറ്റത്തു നിന്ന് ആഗമനോദ്ദേശം അറിയിച്ചു. മേനോൻ അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞുവല്ലോ. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. ഈ സമയം താങ്കൾ കൂടി പങ്കെടുക്കണമെന്ന് വല്യ തിരുമേനി അറിയിച്ചു. ഓ, അതിനെന്താ, ഇപ്പോൾ തന്നെ പോകാം. മേനോൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം പെട്ടെന്ന് ദേവദത്തൻ അയാളെ കൈ ഉയർത്തി തടഞ്ഞു. ഇപ്പോൾ ധരിച്ചിട്ടുള്ള ഈ രക്ഷ ഊരി പൂജാമുറിയിലെ വിളക്കിന് മുൻപിൽ വെച്ചിട്ട് വരാൻ അറിയിച്ചിട്ടുണ്ട്. മേനോൻ ഒരു നിമിഷം സംശയത്തോടെ ദേവദത്തൻ്റെ മുഖത്തേക്കും തൻ്റെ കഴുത്തിലെ രക്ഷയിലേക്കും മാറി മാറി നോക്കി. നമുക്ക് സമയമില്ല, എത്രയും വേഗം അവിടേക്ക് എത്താനാണ് അറിയിച്ചത്. ദേവൻ തിരക്കുകൂട്ടി.
മനസ്സില്ലാ മനസ്സോടെ കൃഷ്ണമേനോൻ അയാൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് രക്ഷ ഊരി പൂജാമുറിയിൽ വെച്ച് പുറത്തേക്ക് നടന്നു. പുറത്ത് ദേവദത്തൻ്റെ രൂപത്തിൽ നിന്ന ശ്രീപാർവതി പൊട്ടിച്ചിരിച്ചു. കൃഷ്ണമേനോനെ, നിന്റെ നെഞ്ചി പിളർന്ന് ചോര കുടിച്ചിട്ടേ ഞാൻ മടങ്ങൂ, അവൾ പല്ലി ഞെരിച്ചുകൊണ്ട് പിറുപിറുത്തു. മരണം മറ്റൊരു വേഷത്തിൽ ആഗതമായതറിയാതെ അയാൾ ദേവദത്തൻ്റെ രൂപത്തിലുള്ള ശ്രീപാർവതിക്കൊപ്പം യാത്ര തിരിച്ചു. അതേസമയം ക്ഷേത്രത്തിൽ ശങ്കരനാരായണ തന്ത്രി പഴയ വിഗ്രഹം ഇളക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. ബാലാർക്കനായി ഉദയം കൊണ്ട ആദിത്യൻ ഇളമേലിൻ്റെ കുളിർമയിൽ നിന്നും വ്യതിചലിച്ച് സർവ്വസംഹാരകനെ പോലെ ഉച്ചസ്ഥായിയിൽ കത്തിജ്വലിച്ചു. പക്ഷേ വിശപ്പും ദാഹവുമൊക്കെ മറന്ന വള്ളക്കടത്ത് ഗ്രാമവാസികൾ ആ ക്ഷേത്രം മണ്ണുവിട്ട് പോയില്ല. കാലങ്ങളായി കൊട്ടിയടയ്ക്കപ്പെട്ട ശ്രീകോവിൽ മാറാലയിലും പൊടിയിലും മുങ്ങി നിന്നു. ശങ്കരനാരായണ തന്ത്രികൾ കയ്യിലെ ചെറിയ കല്ലുള്ളി അഷ്ടബന്ധനം ചെയ്ത ദേവീവിഗ്രഹത്തിൻ്റെ തായ്പീഠത്തിൽ ചേർത്ത് ആഞ്ഞടിച്ചു. അടുത്ത നിമിഷം ക്ഷേത്രക്കുളത്തിലെ ഇരുണ്ട ജലമൊന്നിളകി. അഷ്ടബന്ധനം കടുത്തതായതിനാൽ വിഗ്രഹമിളക്കുക പ്രയാസകരമായിരുന്നെങ്കിലും ഒടുവിൽ തന്ത്രി അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. പീഠത്തിൽ നിന്നിളകിയ വിഗ്രഹം കൈകൾ കൊണ്ട് ഇളക്കി മാറ്റാനുള്ള ശ്രമമായി പിന്നീട്. ദേവദത്തൻ നടക്കുകയല്ല ഓടുകയാണ് എന്ന് തോന്നിപ്പോയി കൃഷ്ണമേനോന്. ശ്രീപാർവതി അപ്പോൾ മേനോനെ കൊല്ലാൻ പോകുന്നതിൻ്റെ ആനന്ദത്തിലായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിൽ കണ്ടെടുത്ത വിഗ്രഹം തൻ്റെ ഉദ്യമത്തിന് തടസ്സമാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. ദേവനൊപ്പം എത്താനുള്ള തിടുക്കത്തിൽ മുൻപോട്ട് കുതിച്ച കൃഷ്ണമേനോൻ വളർന്നു മുറ്റിയ ഒരു വടവൃക്ഷത്തിൻ്റെ വേരിൽ കാലുടക്കി വീണു. അല്പസമയത്തേക്ക് മേനോനൊന്നും മനസ്സിലായില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ തല എവിടെയോ തട്ടിയിരിക്കുന്നു. വേദന അനുഭവപ്പെട്ട നെറ്റി തിരുമിക്കൊണ്ട് മേനോൻ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ദേവദത്തനെ അവിടെയെങ്ങും കാണാനില്ല. ഒരു നിമിഷം അയാൾക്കുള്ളിൽ ഭയം കൂടുകൂട്ടി. ദേവദത്തൻ അയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് കറങ്ങി. ഇല്ല, മറുപടിയില്ല. എങ്ങും കനത്ത നിശബ്ദത തളം കെട്ടി. സമീപത്തെ മരക്കൊമ്പിലിരുന്നൊരു മൂങ്ങ തന്നെ തുറച്ചു നോക്കുന്നത് അയാൾ കണ്ടു. സ്വപ്നത്തിൽ കണ്ട മൂങ്ങയെയാണ് മേനോന് ഓർമ്മ വന്നത്. അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. കഴുത്തിൽ കിടന്ന രക്ഷ ഊരിവെക്കാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ടയാൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. 2 ചുവട് മുൻപോട്ട് വെച്ചപ്പോഴാണ് ആ സത്യം അയാൾ മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം താൻ നടന്നത് വള്ളക്കടത്ത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയേയല്ല. ചതി പറ്റിയെന്ന് ഉറപ്പായത് മേനോൻ നടപ്പിൻ്റെ വേഗത കൂട്ടി. ക്രമേണ നടത്തം വിട്ടയാൾ ഓടാൻ തുടങ്ങി. എത്ര ദൂരം ഓടിയെന്ന് നിശ്ചയമുണ്ടായില്ല. പക്ഷേ ആകെ തളർന്നിരിക്കുന്നു. നീണ്ടുപോകുന്ന തീവണ്ടിപ്പാത പോലെയുള്ള വഴി അയാൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി. ദാഹം കൊണ്ട് തൊണ്ട വരളുന്നത് അയാൾ അറിഞ്ഞു. വഴിയരികിലെ മരച്ചുവട്ടിൽ തളർന്നിരുന്ന മേനോൻ മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ച് ചുറ്റും നോക്കി. അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കിയത്. താൻ എവിടെ നിന്നാണോ രക്ഷപ്പെട്ടോടിയത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കത്തിക്കാളിയ ഭയവും കഠിനമായ ദാഹവും കൊണ്ടയാൾ നടുങ്ങി വിറച്ചു. ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ കണ്ണിലേക്ക് ഇറ്റു വീണത് മേനോൻ്റെ കാഴ്ച മങ്ങി. ഇരുണ്ട വെളിച്ചത്തിൽ തനിക്ക് മുൻപിലാരോ നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായി. ഒരാശ്രയത്തിനെന്നോണം അയാൾ ആ രൂപത്തിന് നേർക്ക് തൻ്റെ കൈ ഉയർത്തി. ആഗതൻ മേനോൻ്റെ കരം ഗ്രഹിച്ചു. പതിയെ ആ കൈയുടെ ശക്തി കൂടി വന്നു. മേനോന് കൈ വേദനിക്കാൻ തുടങ്ങി. അയാൾ ശക്തിയായി കൈ പിൻവലിക്കാൻ നോക്കി. ഇല്ല, പറ്റുന്നില്ല. പ്രതിയോഗിയുടെ കരബലം വർദ്ധിച്ചിരിക്കുന്നു. കയ്യിൽ നിന്നും അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് അരിച്ചു കയറുന്നത് മേനോൻ അറിഞ്ഞു. ഇടം കൈകൊണ്ട് കണ്ണു തുടച്ച് മുൻപോട്ട് നോക്കി. മുൻപിൽ നിൽക്കുന്ന ആളിൻ്റെ രൂപം കണ്ടതും മേനോൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ചോര കിണിയുന്ന ചുണ്ടുകളും ചതഞ്ഞു പൊട്ടിയ മുഖവും കൂർത്ത നഖങ്ങളുമായി അവൾ. ശ്രീപാർവതി. കണ്ടത് സത്യമാണോ എന്നറിയാൻ കണ്ണ് ചിമ്മി ഒന്നുകൂടി നോക്കി. അല്ല, സ്വപ്നമല്ല, പകൽ പോലെ യാഥാർത്ഥ്യം. തൻ്റെ കൈ അവളുടെ കയ്യിലാണ് എന്നതുകൂടി ചിന്തയിൽ വന്നതോടെ മേനോൻ്റെ ഭയം ഇരട്ടിച്ചു. മരണം ശ്രീപാർവതിയുടെ രൂപത്തിൽ തന്നെ നോക്കി ചിരിക്കുന്നതയാൾ കണ്ടു. തൻ്റെ കുടുംബത്തെയും തന്നെ ഇല്ലാതാക്കിയ കൃഷ്ണമേനോനെ ഒരിക്കൽ കൂടി തറച്ചു നോക്കിക്കൊണ്ട് ശ്രീപാർവതി അയാളെ കയ്യിൽ തൂക്കി വലിച്ചെറിഞ്ഞു. ഒരാത്തനാദത്തോടെ അയാൾ മരങ്ങൾക്കിടയിലേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റ മേനോൻ അലറി വിളിച്ചു. മരങ്ങളിൽ ചേക്കേറിയ പക്ഷികൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറന്നകന്നു. മാനരന്മാർ അപശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മരങ്ങൾ തോറും ചാടി നടന്നു.
മുടിയഴിച്ചിട്ട് കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരു രണദുർഗയെപ്പോലെ തനിക്ക് നേരെ നടന്നെടുക്കുന്ന ശ്രീപാർവതി. അയാൾ വീഴ്ചയുടെ വേദന മറന്ന് ചാടി എഴുന്നേറ്റ് സമീപത്ത് നിന്ന ഉണങ്ങിയ മരക്കൊമ്പ് വലിച്ചൊടിച്ച് അവൾക്ക് നേരെ എറിഞ്ഞു. പെട്ടെന്ന് ശ്രീപാർവതി അപ്രത്യക്ഷമായി. അവസരം വീണുകിട്ടിയ പോലെ മേനോൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാതടിപ്പിക്കുന്ന പൊട്ടിച്ചിരിയോടെ അവൾ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അസഹ്യമായ ആ കൊലച്ചിരിയുടെ പ്രകമ്പനം കൊണ്ട് മണ്ണ് പോലും വിറച്ചു. നീജ, ഒടുവിൽ നീ എൻ്റെ കയ്യിലെത്തി. ഇനി ഏത് മാന്ത്രികൻ വിചാരിച്ചാലും നിനക്ക് രക്ഷയില്ല. ശ്രീപാർവതി ഉന്മാദാവസ്ഥയിൽ പൊട്ടിച്ചിരിച്ചു. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലങ്ങൾ നീ അനുഭവിക്കണം. ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. അവൾ പതിയെ മുൻപോട്ട് നടന്നു. അതിനനുസരിച്ച് മേനോൻ പിന്നോട്ട് കാൽവെച്ചു. അടുത്ത നിമിഷം പ്രകൃതിയുടെ ഭാവം മാറി. തെളിഞ്ഞു നിന്ന ആകാശം മേഘാവൃതമായി. ഇടിയും മിന്നലും മണ്ണിലേക്ക് മത്സരിച്ചിറങ്ങി. ഗജവീരന്റെ തുമ്പിക്കൈ വണ്ണമാക്കുന്ന മഴത്തുള്ളികൾ മണ്ണിൽ വീണു ചിതറി. മരണത്തെ മുഖാമുഖം കണ്ട കൃഷ്ണമേനോൻ അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. എന്നാൽ ഒന്നും പൂർണ്ണമായില്ല. കടുത്ത ദാഹം കൊണ്ട് തൊണ്ട വരണ്ടതും അയാൾ മഴത്തുള്ളികൾക്കായി നാവ് നീട്ടി. ഇലച്ചാർത്തിൽ നിന്നും ഒരിറ്റു വെള്ളം നാവിൽ പതിക്കാനായി ഒഴുകിയെത്തിയെങ്കിലും ആരോ പിടിച്ചു നിർത്തും പോലെ അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. നിമിഷങ്ങളുടെ വേഗതയിൽ മേനോന്റെ കഴുത്തിനു നേരെ രക്തദാഹിയായ ആ രക്ഷസിന്റെ കൈകൾ നീണ്ടു. മരണത്തിന്റെ ശംഖനാദം മുഴക്കി കഴുകന്മാർ അവിടെയാകെ വട്ടമിട്ട് പറന്നു. എന്നെയൊന്നും ചെയ്യല്ലേ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. എന്നെ കൊല്ലാതെ വേറെ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. അയാൾ കൈകൾ കൂപ്പി യാചിച്ചു. മേനോനെ, നിനക്ക് മരണത്തെ കവിഞ്ഞൊരു ശിക്ഷ വേറെയില്ല. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എൻ്റെ കുടുംബം നീ തകർത്തു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എൻ്റെ അച്ഛനെ നീ കള്ളനാക്കി. പാവ എൻ്റെ അമ്മ പിച്ചു ചീന്തി കൊന്നില്ലേ നീ. ഒടുവിൽ നീ എന്നെയും. വിടില്ല നിന്നെ ഞാൻ. പെണ്ണിൻ്റെ മേനി കാണുമ്പോൾ കാമം കത്തുന്ന നിന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിയെടുക്കും. മടിക്കുത്തഴിച്ച നിന്റെ കൈകൾ ഞാൻ പിഴുതെടുക്കും. അങ്ങനെ ഓരോ അംഗങ്ങളായി ഛേദിച്ച് ചിത്രവധം ചെയ്തിട്ട് ഞാൻ അടങ്ങും. അവളുടെ കണ്ണുകളിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങി. മുഖം അഗ്നിക്ക് സമാനമായി ജ്വലിച്ചു. അതുകണ്ട് നിൽക്കാനാവാതെ മേനോൻ തല താഴ്ത്തി. ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം ഇളകി മാറാൻ തുടങ്ങിയതനുസരിച്ച് കുളത്തിൽ ജലം ഇളകി മറിഞ്ഞു. ആളുകൾ പുതിയ അത്ഭുതം കാണാൻ തിക്കിത്തിരക്കി. പെട്ടെന്ന് ജലപ്പരപ്പിൽ ഒരു കിരീടത്തിൻ്റെ തലപ്പ് തെളിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ദേവി വിഗ്രഹം ഉയർന്നു വരാൻ തുടങ്ങി. വലതുകരത്ത് തൃശൂലവും ഇടതുകരത്ത് അനുഗ്രഹപൂർണമായ ശ്രീചക്രവും. ശ്രീകോവിലിൽ പഴയ വിഗ്രഹം പൂർണ്ണമായി പീഠത്തിൽ നിന്നിളകി മാറിയത് ജലോപരിതലത്ത് സിംഹവിരാജിതയായ ആദിപരാശക്തിയുടെ പൂർണ്ണകമായ വിഗ്രഹം ഉയർന്നു നിന്നു. സ്വർണ്ണകിരീടത്തിൻ്റെ വൈഡൂര്യം സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി. അതേസമയം കൃഷ്ണമേനോന് നേരെ ചീറിയെടുത്ത ശ്രീപാർവതി എടുത്തെറിഞ്ഞതുപോലെ പിന്നോട്ട് തെറിച്ചു വീണു. പുതിയ ദേവി വിഗ്രഹത്തിൻ്റെ ആവിർഭാവം മനസ്സിലാക്കിയ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ വീണ്ടും അയാൾക്ക് നേരെ അടുത്തു. മേനോനെ കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച ആ രക്ഷസ് പൂർവാധികം ശക്തിയോടെ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിന്നതോടെ അയാൾ വായുവിൽ ചുരമാന്താൻ തുടങ്ങി. രക്ഷിക്കണേ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ. അവസാന ശ്രമമെന്ന വണ്ണം മേനോൻ അലറിക്കരഞ്ഞു. പക്ഷേ കഴുത്തിൽ മുറുകിയിരിക്കുന്ന ബലിഷ്ഠമായ കരങ്ങളുടെ ശക്തിയിൽ അയാളുടെ ശബ്ദം നേർത്തുപോയി. കരയടാ, ഉറക്കി കരയൂ. പക്ഷേ ആരും നിന്റെ രക്ഷയ്ക്കെത്തില്ല. നിന്റെ കാര്യസ്ഥനും കൂട്ടുകാരും പോയ അതേ വഴിക്ക് നിനക്കും പോകാം. ശ്രീപാർവതി ആർത്തു ചിരിച്ചു. ഞാൻ എന്തു വേണമെങ്കിലും തരാം. പകരം എന്നെ കൊല്ലാതെ വിട്ടാൽ മതി. മേനോന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി. ഭയം തോന്നുന്നുണ്ടല്ലേ? ജീവിക്കാൻ കൊതിയുണ്ടോ? ഇതുപോലൊക്കെ ഞാനും കെഞ്ചിക്കരഞ്ഞില്ലേ? കാല് പിടിച്ചില്ലേ? ഒരിറ്റ് ദയ കാട്ടിയോ? എന്തും തരാന്നല്ലേ? എന്നാ താ, എൻ്റെ അച്ഛനെയും അമ്മയും താ. നീയൊക്കെ പിച്ചു ചീന്തിയ എൻ്റെ മാനവും ജീവനും താ. അവൾ കലി കൊണ്ട് വിറച്ചു. കണ്ണുകൾ കനൽക്കട്ട പോലെ ജ്വലിച്ചു. മറുപടി പറയാൻ സാധിക്കാതെ മേനോൻ നിന്ന് വിയർത്തു. ജീവിതത്തിൽ ആദ്യമായി ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീപാർവതിയുടെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ശത്രുവിൻ്റെ മരണം ആനന്ദകരമാക്കാൻ അവൾ അയാളെ ഒരിക്കൽ കൂടി വലിച്ചെറിഞ്ഞു. മഴ പെയ്തു കൂടിയ ചെളിയിലൂടെ അയാളുടെ ശരീരം തെന്നി നീങ്ങി.
തടിച്ച വേരുകളിലും പാറകളിലും തട്ടി ശരീരം മുറിഞ്ഞ് ചോര കിനിഞ്ഞു. ചതഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന മേനോൻ ശ്രീപാർവതിയെ നോക്കി ജീവന് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെയും കാതിന് കുളിർത്തന്നൽ എന്ന പോലെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടവൾ അയാൾക്ക് നേരെ നടന്നു. പക്ഷേ ആ ആനന്ദത്തിന് അധികം ദൈർഘ്യമുണ്ടായില്ല. മേനോനും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങു നിന്നോ പാഞ്ഞെത്തിയ ഒരു ത്രിശൂലം തറഞ്ഞു നിന്നു. ശ്രീപാർവതിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ പകയോടെ ചുറ്റും നോക്കി. പക്ഷേ പ്രതിയോഗിയെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. മരണം കാത്ത് കണ്ണടച്ച കൃഷ്ണമേനോനും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായില്ല. ആരോ തൻ്റെ രക്ഷകനായി വന്നിരിക്കുന്നുവെന്ന് അയാൾക്ക് ഉറപ്പായി. ശ്രീപാർവതി ത്രിശൂലം മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അദൃശ്യമായ ഒരു ശക്തി അവളെ തടഞ്ഞു. ഒരു ബലപരീക്ഷണം നടത്താൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം. ഘനഗാംഭീര്യമുള്ള ആ സ്വരത്തിൻ്റെ ഉടമയെ അവൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞു. മേനോൻ്റെ മുഖത്തും രക്ഷകനെ തിരിച്ചറിഞ്ഞതിൻ്റെ അമ്പരപ്പ് പ്രകടമായി. ഇനി തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വ്യക്തമായ മേനോൻ ശ്രീപാർവതിയെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. എന്താടി, കൊല്ലുന്നില്ലേ? വാ, വന്ന് കൊല്ലടി. ചത്തു തുലഞ്ഞിട്ടും അവൾ വീണ്ടും വന്നേക്കുന്നു, പ്രതികാരം ചെയ്യുമ്പോലും. ശ്രീപാർവതിയുടെ കണ്ണുകളിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. കടപ്പല്ലി ഞെരിച്ചുകൊണ്ടവൾ അയാളെ തുറിച്ചു നോക്കി. എൻ്റെ അമ്മേ, ഞാൻ പേടിച്ചു. വീണ് കിട്ടിയ പുതുജീവനിൽ മേനോൻ അഹങ്കരിക്കുന്നത് കണ്ട് സിദ്ധവേദ പരമേശ് ഉള്ളി ചിരിച്ചു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഞാൻ വീണ്ടും വരും, വിടില്ല നിന്നെ. ഏത് വലിയവൻ വന്നാലും വള്ളക്കടുത്ത് ഭഗവതി നേരിട്ട് എഴുന്നള്ളിയാലും ശരി, നിന്റെ ജീവൻ എടുത്തിട്ടേ ഞാൻ പോകൂ. മേനോൻ എല്ലാം കേട്ട ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ടിരുന്നു. അവൾ പതിയെ സിദ്ധവേദ പരമേശ്വരന് നേരെ തിരിഞ്ഞു. എന്തിനാണ് എൻ്റെ മാർഗം മുടക്കുന്നത്? ഇവൻ തെറ്റ് ചെയ്തവനാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചവൻ. അവനെ കൊന്നിട്ട് ഞാൻ പോയിക്കോളും. ഇനിയും എൻ്റെ മാർഗം തടയാൻ നോക്കരുത്. അങ്ങനെ വന്നാൽ എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരും. ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല, ആർക്കും. അവൾ പൊട്ടിച്ചിരിച്ചു. ഹേ, മതി നിന്റെ അട്ടഹാസം. നിന്റെ ഈ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ദേഹം നശിച്ച ദേഹിക്ക് ഇഹത്തെ സ്ഥാനമില്ല. ആരുടെയും ജീവനെടുക്കാൻ നിനക്ക് അവകാശവുമില്ല. മരണസമയം അടുക്കുമ്പോൾ ആ കാശിനാഥൻ വിധിക്കും പോലെ ഏതൊരാളുടെയും ജീവൻ പോകൂ. അയാൾ തെറ്റു ചെയ്തത് എന്നത് ശരി, പക്ഷേ ഇയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. അധികാരവും പൊയ്ക്കൊള്ളൂ, ഇല്ലെങ്കിൽ ഭസ്മമാക്കി കളയും. ആ അഘോരിയുടെ ആജ്ഞാസുരത്ത് കാട് പോലും നടുങ്ങി. പ്രതികാരം പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ ഇച്ഛാഭംഗത്തോടെ അവൾ അവിടെ നിന്നും മറഞ്ഞു. ശ്രീപാർവതി പോയി എന്ന് ഉറപ്പായതും കൃഷ്ണമേനോൻ സിദ്ധവേദ പരമേശൻ്റെ കാൽക്കൽ വീണു. അങ്ങ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നന്ദിയുണ്ട് ഒരുപാട്. മേനോൻ്റെ നന്ദി പ്രകടനങ്ങൾ ആ സന്യാസി വര്യനിൽ യാതൊരുവിധ മാറ്റവും സൃഷ്ടിച്ചില്ല. തിരികെ തറവാട്ടിൽ പ്രവേശിക്കും വരെ ശ്രീപാർവതിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു ഉപായം പറഞ്ഞുകൊടുത്ത് സിദ്ധവേദ പരമേശ് തിരിച്ചു നടന്നു. പാതി വഴി എത്തിയതും അയാൾ തിരിഞ്ഞു നിന്നു. തന്നെ ആരോ പിന്തുടരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചെങ്കിലും പരിസരത്ത് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും മുൻപോട്ട് നടക്കാനാഞ്ഞതും മാർഗതടസ്സമായി ഒരു കരിമ്പൂച്ച പ്രത്യക്ഷപ്പെട്ടു. ശ്രീപാർവതി, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. എന്തിനാണ് ഈ മായാവേഷം? നേരിൽ വാ. പെട്ടെന്ന് പൂജയുടെ രൂപം വെടിഞ്ഞ് ശ്രീപാർവതി അയാൾക്ക് മുൻപിൽ പ്രത്യക്ഷയായി. കാലുകൾ നിലത്ത് സ്പർശിക്കാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അവൾ അയാളെ തുറിച്ചു നോക്കി. തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമവും അതിന് വിഘ്നം വരുത്തിയ തന്നോടുള്ള ദേഷ്യവും അവളുടെ മുഖത്തയാൾ തെളിഞ്ഞു കണ്ടു. എൻ്റെ ലക്ഷ്യം തകർത്ത് ആ ദുഷ്ടനെ രക്ഷിച്ചിട്ട് എന്ത് നേടി? അവൾ പകയോടെ അയാൾക്ക് നേരെ ചീറി. ഞാൻ നിന്നോട് പറഞ്ഞുവല്ലോ, അയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. നീ മരിച്ചവളാണ്. രുദ്രശങ്കരൻ നിനക്ക് മോക്ഷം നൽകും. വേണ്ട, നിങ്ങളുടെ സാരോപദേശം കേൾക്കാനല്ല ഞാൻ വന്നത്. ഇനിയും എൻ്റെ ലക്ഷ്യം തടയാൻ നിൽക്കരുത്. അവനെ കൊന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. അതല്ല, എന്നെ ബലമായി ബന്ധിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സർവ്വവും നശിപ്പിച്ചേ ഞാൻ പോകൂ. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്നും മറഞ്ഞു. ശ്രീകോവിലിൽ നിന്നും പഴയ വിഗ്രഹം ഇളക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്ത് സന്തോഷം അലതല്ലുകയായിരുന്നു. അപ്പോഴേക്കും രുദ്രശങ്കരനും വസുദേവ ഭട്ടതിരിയും കൂടി കുളത്തിൽ നിന്നും ആദിപരാശക്തിയുടെ വിഗ്രഹം വീണ്ടെടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച കളത്തിറയിലിരുത്തി. അപ്പോൾ ഇന്ന് രാത്രിയോടെ ആവാഹനം ആരംഭിക്കാം അല്ലേ ഉണ്ണി?
ശങ്കരനാരായണ തന്ത്രികൾ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് രുദ്രനെ നോക്കി. അതായിരുന്നു എൻ്റെയും കണക്കുകൂട്ടൽ. പക്ഷേ രുദ്രൻ്റെ മുഖത്തെ ചിന്താഭാവം എല്ലാവരുടെയും നെറ്റിച്ചുളിച്ചു. എന്താപ്പോ ഒരു പക്ഷേ? ശങ്കരനാരായണ തന്ത്രികൾ മകനെ നോക്കി. ഒരു തടസ്സമുണ്ട്. പുതുവിഗ്രഹം പ്രതിഷ്ഠ കഴിക്കണമെങ്കിൽ സമയം കുറിക്കണം. അപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്തത്. രാശിയെ തെളിയുന്ന സമയം ദിനങ്ങൾ നീണ്ടുപോയാൽ രക്ഷസ് ശക്തി പ്രാപിക്കും. പിന്നെ ബന്ധിക്കുക പ്രയാസം. ആശങ്കകൾക്ക് അറുതി വരുത്താൻ വാമദേവൻ തന്ത്രി രാശിപലകയിലേക്ക് കവടി നിരത്തി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. കൂട്ടിയും ഗുണിച്ചും മാറിമറിഞ്ഞ കവടികൾ ഒടുവിൽ മേടത്ത് നിന്നു. മേടം രാശിയാണ് കിട്ടിയത്. ഇതിപ്പോ മീനമായിട്ടല്ലേ ഉള്ളൂ. വാമദേവൻ തന്ത്രിയുടെ വാക്കുകളിൽ നിരാശ നിഴലിച്ചു. ഇല്ല, കണക്ക് പ്രകാരം ഇന്ന് അർദ്ധരാത്രിയോടെ രാശി മാറും. ആദിത്യൻ മീനരാശിയിൽ നിന്നും മേടത്തിലേക്ക് മാറും. നാളെ മേടം 1. മേടത്തിലെ പ്രതിഷ്ഠ ഉത്തമമെങ്കിൽ സമയം കുറിക്കൂ. രുദ്രൻ്റെ വാക്കുകൾ എല്ലാവർക്കും പുതുജീവൻ നൽകി. ദേവഗണിതാവായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സാ സ്മരിച്ച് വാമദേവൻ തന്ത്രി സമയം നോക്കി. ഉദയത്തിനു ശേഷം അരമണിക്കൂർ വിട്ട് 6:20 മുതൽ 11:30 വരെ ഉത്തമം. മതി, അത് മതി. അപ്പോൾ ഇന്ന് രാത്രിയോടെ പൂജകൾ ആരംഭിക്കാം. നാളെ പ്രതിഷ്ഠ കഴിച്ച് സഹസ്ര കലശാഭിഷേകം കഴിയുമ്പോൾ ആവാഹനം പൂർത്തിയാവും. ദേവേട്ട, മംഗലത്തേക്ക് തിരിച്ചോളൂ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവൾ ഏതു വിധത്തിലും പൂജ മുടക്കാനും ആ മേനോനെ കൊല്ലാനും നോക്കും. കരുതൽ വേണം. എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ദേവദത്തൻ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മംഗലത്തിലേക്ക് തിരിച്ചു. ശ്രീപാർവതിയിൽ നിന്നും രക്ഷ നേടി തറവാട്ടിലെത്തിയതും മേനോൻ തൻ്റെ രക്ഷയെടുത്ത് ധരിച്ചു. അയാൾക്ക് അപ്പോഴും ശ്വാസം നേരെ വീണിരുന്നില്ല. നടന്നതൊക്കെ ഒരു ദുർസ്വപ്നം പോലെ അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങളോടെ പൂമുഖത്തെ ചാരുകസേരയിൽ വിശ്രമിക്കുമ്പോഴാണ് പടിപ്പുര കടന്ന് ദേവദത്തൻ എത്തുന്നത്. ദേവനെ കണ്ടതും മേനോൻ്റെ ഉള്ളു കിടുങ്ങി. ശ്രീപാർവതി വീണ്ടും വന്നതാണോ എന്ന ഭയം അയാളെ ബാധിച്ചു. പക്ഷേ ദേവദത്തനോടൊപ്പം കടന്നു വന്ന വെളിച്ചപ്പാടിനെയും നാട്ടുകാരായ ചിലരെയും കണ്ടപ്പോഴാണ് മേനോൻ്റെ സംശയം മാറിയത്. ആഗമനോദ്ദേശം അറിയിച്ചതിനു ശേഷം ദേവദത്തൻ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാൻ കൂടെ വന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ആവാഹനക്കളം തീർത്ത് ചാണകമടിച്ചു. പച്ചോല വെട്ടി പന്തലൊരുക്കി. ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിൽ ആവാഹനക്കളം ചുറ്റും ബന്ധിച്ചു. ഹോമകുണ്ഡവും വിളക്കുകളും ഒരുക്കി. എല്ലാം പൂർത്തിയായപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് ചായാൻ തുടങ്ങിയിരുന്നു. പുറത്തെ ഒരുക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അഭിമന്യു റൂമിൽ തന്നെയായിരുന്നു. കാളകെട്ടിയിൽ നിന്നും മേനോൻ്റെ പൂർവ്വകാലം അറിഞ്ഞതിനു ശേഷം അവൻ അയാളിൽ നിന്നും അല്പം അകലം പാലിച്ചു തുടങ്ങിയിരുന്നു. ക്ഷേത്രത്തിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഏവരും മടങ്ങി. കാളകെട്ടിയിലെത്തിയ പാടെ ശരീരശുദ്ധി വരുത്തി രുദ്രശങ്കരൻ അറയിൽ പ്രവേശിച്ചു. ദുർഗാദേവിക്ക് മുൻപിൽ പത്മമിട്ട് വിളക്ക് തെളിച്ചു. അമ്മേ മഹാമായി, അടിയനെ ഇടം വലം കാക്കണേ. ചെയ്യും കർമ്മവും ചൊല്ലും മന്ത്രവും നാവുപിഴയോ കൈപ്പിഴയോ കൂടാതെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണേ. രുദ്രൻ ദേവിയുടെ കാൽക്കൽ തൊട്ട് തൊഴുതുകൊണ്ട് സ്വർണ്ണത്തെ തീർത്ത ശ്രീരൂപം ഒരു ചെറിയ പട്ടി പൊതിഞ്ഞ് കയ്യിലെടുത്തു. സമീപ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയും സഹായികളെയും കൂട്ടി രുദ്രശങ്കരൻ മംഗലത്തിലേക്ക് തിരിച്ചു. വള്ളക്കടത്തിലേക്കുള്ള പാതയിലൂടെ കടിഞ്ഞാണിളകിയ കുതിരയെപ്പോലെ 2 കാറുകൾ അതിവേഗം കുതിച്ചു. മുൻപിലെ വണ്ടിയിൽ രുദ്രശങ്കരനും പരികർമ്മികളായ മേൽശാന്തിയുമായിരുന്നു. തൻ്റെ ഉപാസനമൂർത്തിയായ ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് രുദ്രശങ്കരൻ കണ്ണടച്ചിരുന്നു. വണ്ടികൾ വള്ളക്കടത്ത് എന്ന കൂറ്റൻ കമാനം കടന്നതും ശാന്തമായിരുന്ന പ്രകൃതിയുടെ ഭാവം മാറി. മന്ദഗതിയിൽ വീശു തുടങ്ങിയ കാറ്റ് അതിവേഗം ഒരു കൊടുങ്കാറ്റായി മാറി. കാറും കോളും നിറഞ്ഞ ആകാശം കരിങ്കാളിയെ പോലെ തോന്നിപ്പിച്ചു. ഇടിയും മിന്നലും മത്സരബുദ്ധിയോടെ താഴേക്ക് ആർത്തിറങ്ങി. പരികർമ്മികൾ ഭയപ്പാടോടെ രുദ്രനെ നോക്കി. ഇരുട്ട് പരന്നു തുടങ്ങിയ ചെമ്മൺ പാതയിലൂടെ വണ്ടി പായിക്കാൻ ഡ്രൈവർമാർ നന്നേ ക്ലേശിച്ചു. എല്ലാവരിലും ഭയം താണ്ഡവമാടിയപ്പോൾ രുദ്രൻ മാത്രം ശാന്തനായിരുന്നു. അയാൾ കണ്ണു തുറക്കുകയോ ധ്യാനം നിർത്തുകയോ ചെയ്തില്ല. വണ്ടികൾ വള്ളക്കടത്ത് ക്ഷേത്രം പിന്നിട്ടതും വഴിയരികിൽ നിന്ന് അരയാൽ ആരോ എടുത്തെറിഞ്ഞ പോലെ ചുവടെ പിഴുത് താഴേക്ക് വന്നു. എല്ലാവരിൽ നിന്നും ഒരാർത്തനാദം ഉയർന്നതും രുദ്രശങ്കരൻ കണ്ണു തുറന്നു. സ്തംഭന മന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രശങ്കരൻ കയ്യിലിരുന്ന രുദ്രാക്ഷമാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു.
ഇരുവണ്ടികളെയും തകർത്ത് തരിപ്പണമാക്കാൻ കുതിച്ചു വന്ന കൂറ്റനരയാൽ അന്തരീക്ഷത്തിൽ സ്തംഭിച്ചു നിന്ന ശേഷം ഉഗ്രശബ്ദത്തോടെ പൊട്ടിച്ചിതറി. രുദ്രൻ്റെ മുഖത്ത് ചെറുചിരി വിടർന്നു. ആരും ഭയക്കേണ്ട, ഇതൊക്കെ അവളുടെ ഓരോ കുസൃതികൾ മാത്രം. അയാൾ അനുയായികളെ ആശ്വസിപ്പിച്ചു. വണ്ടിയെടുക്കൂ. രുദ്രൻ്റെ ആജ്ഞ ലഭിച്ചതും ഡ്രൈവർ ഗിയർ മാറ്റി. എടുത്തെറിഞ്ഞതുപോലെ കാർ മുൻപോട്ട് കുതിച്ചു. പുറത്ത് മഴ ആർത്തിലയ്ക്കുകയാണ്. ഗണപതി ഹോമം, ദുർഗാപ്രീതി, ഭഗവതി സേവ എന്നിവയാണ് ആദ്യം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവൾ ഏതു വിധത്തിലും ഹോമം മുടക്കാൻ ശ്രമിക്കും. ജാഗ്രത വേണം. അഭിമന്യു, ലക്ഷ്മി, അമ്മാളു ഈ 3 പേരിലും നല്ല ശ്രദ്ധ ചെലുത്തുക. മന്ത്രകളത്തിൽ മേനോൻ മാത്രം മതി. രുദ്രൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു കുലുക്കത്തോടെ വണ്ടി നിന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുന്നു. രുദ്രശങ്കരൻ ഗ്ലാസ് താഴ്ത്തി മംഗലത്ത് എന്ന പേര് അയാളുടെ കണ്ണിലുടക്കി. അമ്മേ, കാത്തുകൊള്ളണേ. അയാൾ അല്പസമയം കണ്ണടിച്ച് പ്രാർത്ഥിച്ചു. പരികർമ്മികൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നിലെ കാറിൽ നിന്നും സഹായികളും ഇറങ്ങിക്കഴിഞ്ഞു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷമാണ് രുദ്രശങ്കരൻ ഡോറ് തുറന്ന് പുറത്തേക്ക് കാൽ നീട്ടിയത്. അയാളുടെ കാൽ മണ്ണിൽ തൊട്ടതും ശാന്തമായ കാറ്റ് വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങി. ഭൂമി വിണ്ടുകീറി. അവിടെ നിന്നും രക്തം തിളച്ചു മറിഞ്ഞു. തനിക്ക് മുൻപ് മംഗലത്ത് തറവാട് വട്ടം ചുറ്റുന്നത് പോലെ തോന്നി രുദ്രന്. കയ്യിൽ കരുതിയിരുന്ന വെള്ളി കെട്ടിയ ചൂരൽ അയാൾ മണ്ണിലേക്ക് കുത്തിയിറക്കി. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം പൂർവ്വസ്ഥിതിയിലായി. പകച്ചു നിൽക്കുന്ന പരികർമ്മികളെയും സഹായികളെയും നോക്കി അയാൾ കണ്ണിറുക്കി. ശ്രീപാർവതി, ഈ സ്വീകരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു. ഇത്തരം വിനോദങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പടിപ്പുര തള്ളിത്തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. കൃഷ്ണമേനോൻ ആവാഹനപുരയിൽ തന്നെയുണ്ടായിരുന്നു. അയാൾക്കുണ്ടായ അനുഭവങ്ങൾ വള്ളിപുള്ളി വിടാതെ ദേവദത്തൻ രുദ്രനെ ധരിപ്പിച്ചു. പരീക്ഷണങ്ങൾ ഇനിയുമുണ്ടാകും. പ്രതികാരദാഹിയായ ആത്മാവ് ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും. മേനോന്റെ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അയാൾ രുദ്രന്റെ കാൽക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹേ മേനോൻ, അദ്ദേഹം എന്തായത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കാളകെട്ടിയിലെ മാന്ത്രികന്മാർ വാക്ക് പിഴ കാണിക്കില്ല. നിങ്ങളെ അവളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കും. രുദ്രശങ്കരൻ ദേവദത്തനെ കണ്ണു കാണിച്ചു. അയാൾ കൃഷ്ണമേനോനെ ആശ്വസിപ്പിച്ച് മാറ്റി നിർത്തി. നമുക്ക് സമയം പരിമിതമാണ്. കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. നിമിഷങ്ങൾക്കുള്ളിൽ ഏവരും പൂജയ്ക്ക് തയ്യാറെടുത്തു. ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിച്ചു. വായുവിൽ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധമുയർന്നു. ആദ്യം ഗണപതി ഹോമം. രുദ്രന്റെ ഗാംഭീര്യ സ്വരമുയർന്നു. 4 വശത്ത് നിരത്തിയ ആവണിപ്പലകകളിൽ ആസനസ്ഥരായ ശാന്തിക്കാർ ഗണപതി ഹോമത്തിന് തുടക്കം കുറിച്ചു. അതേസമയം മറ്റൊരു ശരീരത്തിലും കടക്കാൻ സാധിക്കാതെ ശ്രീപാർവതി മംഗലത്ത് തറവാടിന് പുറത്തുകൂടി അലഞ്ഞു. കൃഷ്ണമേനോനെ കൊല്ലാൻ സാധിക്കാതെ മടങ്ങാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അകത്ത് നടക്കുന്ന ഹോമത്തിൻ്റെ മന്ത്രധ്വനികൾ അവൾക്ക് അസഹ്യമായി തുടങ്ങി. യാതൊരുവിധ തടസ്സവും കൂടാതെ ഗണപതി ഹോമം പൂർത്തിയായി. കൃഷ്ണമേനോന്റെ മനസ്സിലെ ഭയം പതിയെ നീങ്ങി തുടങ്ങി. രുദ്രശങ്കരൻ ദേവദത്തനെ അടുത്ത് വിളിച്ച് ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അയാൾ ശ്രദ്ധയോടെ എല്ലാം കേട്ട് മനസ്സിലാക്കി. നെയ്മുക്കിയ പന്തത്തിലേക്ക് ഹോമകുണ്ഡത്തിലെ അഗ്നി പകർന്ന് രുദ്രൻ അയാൾക്ക് കൈമാറി. കൂടെ ഒരു പിടി അരളിപ്പൂവും കുങ്കുമവും. എല്ലാം ഭക്തിയതര പൂർവ്വം കയ്യേറ്റ ദേവദത്തൻ ഹോമകുണ്ഡത്തിന് 3 വലം വെച്ച് നേരെ കിഴക്കോട്ട് നടന്നു. സമയം അല്പം പോലും നഷ്ടപ്പെടുത്താതെ ദുർഗാപ്രീതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചുവന്ന പുഷ്പം കയ്യിലെടുത്ത് രുദ്രശങ്കരൻ ദുർഗാദേവിയെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി. പുഷ്പം അഗ്നിയിലേക്ക് അർപ്പിച്ചതും എവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ഉയർന്നു. ആരുടെയും മനസ്സിൽ സഹതാപം സൃഷ്ടിക്കും പോലെ ഒരു തേങ്ങൽ. ഒരു നിമിഷം തൻ്റെ പരികർമ്മികന്മാരുടെ ശ്രദ്ധ തെറ്റുന്നത് രുദ്രൻ അറിഞ്ഞു. ഹേ, ശ്രദ്ധ മാറരുത്. ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ഇതെല്ലാം അവളുടെ മായയാണ്. കണ്ണ് തുറക്കരുത്. മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ചുറ്റും നോക്കരുത്. രുദ്രശങ്കരൻ ശബ്ദം കടുപ്പിച്ചു. പൊടുന്നനെ കുഞ്ഞിൻ്റെ കരച്ചിൽ നേർത്ത് ഇല്ലാതായി. പക്ഷേ അടുത്ത ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും രുദ്രശങ്കരന് ശബ്ദം കിട്ടിയില്ല. നാവ് കുഴയും പോലെ ശരീരത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. അയാൾ അവിശ്വസനീയതയോടെ തല താഴ്ത്തി. ഉദരം ക്രമാതീതമായി വീർത്ത് തുടങ്ങിയിരുന്നു. പുറത്ത് ശ്രീപാർവതി പൊട്ടിച്ചിരിക്കുന്നത് രുദ്രൻ മനക്കണ്ണിൽ കണ്ടു. അതേസമയം ദേവദത്ത് ശ്രീപാർവതിയെ ആദ്യം ബന്ധിച്ചിരുന്ന ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ എത്തിയിരുന്നു. എങ്ങും കനത്ത നിശബ്ദത.
കറുത്തിരുണ്ട മാനത്ത് ചന്ദ്രിക ഒളിക്കണ്ണു കൊണ്ട് നോക്കുന്നു. മങ്ങിയ നിലാവ് പതിക്കുന്നുണ്ട്. ദേവദത്തൻ ദേവിയെ സ്മരിച്ചുകൊണ്ട് ചെമ്പകത്തിന് ഒരു വലം വെച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന അരളിയും കുങ്കുമവും അതിൻ്റെ ചുവട്ടിൽ നിക്ഷേപിച്ച് ഒരിക്കൽ കൂടി വലം വെച്ചു. പെട്ടെന്ന് ഇരുണ്ടു നിന്ന മാനത്ത് നിന്നും കൂരിരുട്ടിലെ നിശബ്ദതയുടെ കോട്ടച്ചുവരുകളെ തകർത്തുകൊണ്ട് മേഘങ്ങൾ ഗർജിച്ചു. കുറുനരികൾ കൂട്ടമായി ഓരിയിട്ടു. മരങ്ങളുടെ കൂറ്റൻ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഇരത്തേടി ഇറങ്ങിയ ഉളവനും ചേരയും പോലും തലയുയർത്തി ചീറ്റി. പ്രകൃതിയുടെ കലിതുള്ളലിൽ എവിടെ നിന്നോ ഒരു പെണ്ണിൻ്റെ തേങ്ങൽ ഉയർന്നു. ദേവദത്തൻ പിന്തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. പിന്നിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉയരുന്നത് അയാൾ അറിഞ്ഞു. മംഗലത്തേക്കുള്ള പാടവരമ്പിൽ കയറിയതും തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ദേവന് തോന്നി. അയാൾ നടപ്പിൻ്റെ വേഗത കുറച്ച് തിരിഞ്ഞു നോക്കാൻ മനസ്സ് വെമ്പിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു. രുദ്രശങ്കരൻ്റെ വാക്കുകൾ ചെവിയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പിന്തിരിഞ്ഞു നോക്കരുത്. അവൾ പല മായയും കാണിക്കും. ഭയക്കരുത്, ദേവി തുണയുണ്ട്. ഇല്ല, പിന്തിരിഞ്ഞു നോക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ദേവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി. പക്ഷേ പിടിച്ചു നിർത്തിയ പോലെ അയാളുടെ കാലുകൾ നിശ്ചലമായി. കണ്ണുകൾ ചുരുങ്ങി. ചെന്നിയിലൂടെ വിയർപ്പ് ഒഴുകിയിറങ്ങി. മങ്ങിയ ചന്ദ്രപ്രഭയിൽ അടുത്ത കണ്ടത്തിലെ തെളിനീര് ദേവൻ ആ കാഴ്ച കണ്ടു. അഴിച്ചിട്ട മുടിയും നീണ്ടു കൂർത്ത നഖങ്ങളും തന്നേക്കാൾ ഉയരവുമുള്ള ഒരു രൂപം തൻ്റെ പിന്നിൽ നിൽക്കുന്നു. അതെ, ഇതവൾ തന്നെ, ശ്രീപാർവതി എന്ന രക്തരക്ഷസ്. തനിക്ക് ചുറ്റും ചെമ്പകത്തിൻ്റെ മാദകഗന്ധം പരക്കുന്നത് അവനറിഞ്ഞു. നാസികയെ കുത്തിത്തുളച്ച് കയറിയ ചെമ്പകപ്പൂഗന്ധം ക്രമേണ രക്തത്തിൻ്റെ രൂക്ഷഗന്ധമായി മാറി. ആ രൂപം തൻ്റെ അരികിലേക്ക് അടുക്കുന്നത് ദേവനറിഞ്ഞു. മുൻപോട്ട് ഓടണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കാലുകൾ ചലിക്കുന്നില്ല. ശരീരം തളരുന്നു. ഒരു വിളിപ്പാടകലെ വള്ളക്കടത്ത് ക്ഷേത്രം ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്നു. നാളെ പുലർച്ചെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ തൊഴാൻ എനിക്ക് സാധിക്കില്ലേ ദേവി? നീ കൈവിടല്ലേ അമ്മേ, രക്ഷിക്കണേ. അയാൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഇല്ല, അവൾ കൂടുതൽ അടുത്തെത്തി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. എല്ലാം ഇന്നിവിടെ അവസാനിക്കുന്നു. തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കൂടെ നിർത്തിയ ശങ്കരനാരായണ തന്ത്രി, ഉണ്ണിത്തമ്പുരാൻ, കാളകെട്ടിയില്ല. എല്ലാം തനിക്ക് നഷ്ടമാവുന്നു. ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വയർ വീർത്ത് വീർത്ത് ഒടുവിൽ ശ്വാസം തടസ്സപ്പെട്ട് ഞാൻ മരിക്കണം. നീ കൊള്ളാലോ ശ്രീപാർവതി, രുദ്രൻ മനസ്സിൽ പറഞ്ഞു. വയർ പെരുക്കുന്നത് വർദ്ധിച്ചതോടെ അയാൾ സമീപത്തിരുന്ന ചെത്തിയ ഇളനീരും കോൽത്തിരിയും കയ്യിലെടുത്തുകൊണ്ട് മന്ത്രപുരയ്ക്ക് പുറത്തിറങ്ങി. ഇളനീർ താഴെ വെച്ച് ഉപാസനമൂർത്തികളെ മനസ്സാ സ്മരിച്ചുകൊണ്ട് കയ്യിലിരുന്ന കോൽത്തിരിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അതിൻ്റെ തിരിയിൽ അഗ്നി ജ്വലിച്ചു. മന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രൻ കോൽത്തിരിയുടെ തണ്ട് ഇളനീരിലേക്ക് കുത്തിയിറക്കി. കുത്തുകൊണ്ടതും അതിൽ നിന്നും രക്തം വമിക്കാൻ തുടങ്ങി. പതിയെ രുദ്രൻ്റെ വയർ സാധാരണ നിലയിലായി. തിരികെ മന്ത്രപുരയിലേക്ക് കയറാൻ തുടങ്ങിയതും രുദ്രൻ്റെ ഇടം കണ്ണ് തുടിച്ചു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. ദേവേട്ടൻ. ഒരു നിമിഷം പോലും പാഴാക്കാതെ രുദ്രൻ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ കൈകോർത്ത് ഉപാസനമൂർത്തിയായ ചാത്തനെ സ്മരിച്ചുകൊണ്ട് ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു കനലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ജ്വലിച്ചുയർന്ന ആദിത്യനെ പോലെ ആ കനൽക്കട്ട അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. ഇല്ലങ്കാക്കും തേവാരമൂർത്തി, ചൊല്ലുകേട്ട് കൂടെ നിൽക്കും. സഹോദരനെ രക്ഷസിൻ്റെ പിടിയിൽ നിന്നും കാത്തുകൊണ്ടുവാ. 3 നേരം നേദ്യം വയ്ക്കുന്ന രുദ്രൻ്റെ വാക്ക് കേൾക്കേണ്ട താമസം ആ കനൽ വായുവേഗത്തിൽ കിഴക്കോട്ട് കുതിച്ചു. രുദ്രശങ്കരൻ തൻ്റെ പ്രയോഗത്തിൽ നിന്നും രക്ഷ നേടിയെന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതിയുടെ ഉള്ളിൽ അല്പം ഭയം പടർന്നു. ചെമ്പക ചുവട്ടിൽ ദേവദത്തൻ നിക്ഷേപിച്ച പൂവും കുങ്കുമവും ചേർന്നൊരുക്കിയ അർത്ഥബന്ധനത്തിൻ്റെ ശക്തി തകർക്കാതെ തനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്റെ ശ്രദ്ധ പിന്നിലേക്ക് തിരിച്ചാൽ മാത്രമേ ആ ബന്ധനം നീങ്ങൂ എന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതി അയാളുടെ നേരെ കൈയുയർത്തി. കണ്ടത്തിലെ ജലത്തിൽ ആ കാഴ്ച കണ്ട ദേവദത്തൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞു നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഒരുപക്ഷെ ഇതൊക്കെ എൻ്റെ തോന്നലാണെങ്കിലോ? തിരിഞ്ഞു നോക്കിയാലോ? ദേവൻ ഒരിക്കൽ കൂടി പാടത്തിലെ വെള്ളത്തിലേക്ക് നോക്കി. ശ്രീപാർവതിയുടെ കൈ കഴുത്തിന് നേരെ നീളുകയാണ്. ഇല്ല, തിരിഞ്ഞു നോക്കുക തന്നെ. ദേവൻ തല തിരിക്കാൻ ശ്രമിച്ചതും അതിശക്തമായ ഒരു പ്രഭ അയാൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയം.
ഒരു നിമിഷത്തേക്ക് ദേവദത്തന് ഒന്നും വ്യക്തമായില്ല. കൈകൾ തലയ്ക്ക് മുകളിൽ പിടിച്ച് അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അടുത്ത നിമിഷം ആ പ്രകാശവലയത്തിൽ നിന്നും ഒരു കുറുവടി മുൻപോട്ട് കുതിച്ചു. ദേവന്റെ ശിരസ് തൊട്ടു തൊട്ടില്ല എന്ന മട്ട് പാഞ്ഞെത്തിയ ആ ദണ്ട് ശ്രീപാർവതിയുടെ തിരുനെറ്റിയിൽ ആഞ്ഞു പതിച്ചു. അടുത്ത നിമിഷം 3 വാര പിന്നിലോട്ട് അവൾ തെറിച്ചു വീണു. പ്രതിയോഗി ആരെന്നറിയാതെ അവൾ അവിടെ നിന്നും കുതിച്ചുയർന്നു. വിശ്വരൂപം കൈക്കൊണ്ട ആ രക്തരക്ഷസ് അലറി വിളിച്ചു. കലിയടങ്ങാതെ മണ്ണിൽ ആഞ്ഞു ചവിട്ടി. പാടങ്ങൾ വിണ്ടുകീറി. ആരാ നീ? എൻ്റെ മാർഗം തടയാൻ മാത്രം ഏത് ബന്ധമാണ് ഇവന് നിനക്കും? പറ. അവൾ പ്രകാശവലയത്തെ നോക്കി അലറി. അടുത്ത നിമിഷം ആ പ്രകാശരശ്മികൾ നേർത്തു വന്നു. അവിടമാകെ പുകമഞ്ഞ് നിറഞ്ഞു. ഒളിച്ചിരുന്ന തിങ്കൾക്കല പതിയെ മേഘപാളികൾക്കിടയിൽ നിന്നും പുറത്തേക്ക് തലനീട്ടി. പടർന്നൊഴുകിയ വെള്ളി വെളിച്ചത്തിൻ്റെ ശോഭയിൽ അവൾ ആ കാഴ്ച കണ്ടു ഞെട്ടി. ചാത്തൻ, കാളകെട്ടി ഇല്ലത്തെ തേവാരമൂർത്തി, മൂകാംബിക ദേവി കാളകെട്ടി മാന്ത്രികന്മാർക്ക് നൽകിയ വരപ്രസാദം. 1000 ആദിത്യന്മാരുടെ സംഗമം പോലെ തിളക്കമാർന്ന ശരീരം, മുത്തുപൊഴിയും ചിരി. വലത് കരത്ത് തൻ്റെ തിരുനെറ്റിയിൽ പതിച്ച കുറുവടിയുമേന്തി സർവാഭരണ വിഭൂഷിതനായി കരിവേട്ടി കാതലിൻ്റെ തെളിമയുള്ള മാടൻ പോത്തിൻ്റെ പുറത്ത് ആ ശിവപുത്രൻ വിരാജിതനാവുന്നു. ഇന്നോളം മഹാമാന്ത്രികന്മാർക്ക് മാത്രം വെളിവായിട്ടുള്ള ചാത്തൻ്റെ വിശ്വരൂപം കണ്ടതും ദേവദത്തൻ്റെ ബോധം അറിഞ്ഞു. കാളകെട്ടിയിലെ ചാത്തനെ നന്നായി അറിയാവുന്ന ശ്രീപാർവതി ക്ഷണനേരം കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. ദുർഗാപ്രീതി പൂർത്തിയായതും രുദ്രശങ്കരൻ അയച്ച സഹായികൾ പാടവരമ്പിൽ ബോധം നശിച്ചു കിടന്ന ദേവദത്തനെ താങ്ങിയെടുത്ത് മംഗലത്തെത്തിച്ചു. അപ്പോഴേക്കും അയാൾക്ക് ബോധം വീണിരുന്നു. നടന്നതൊക്കെയും ഒരു സ്വപ്നം പോലെ കാണാനാണ് അയാൾ ആഗ്രഹിച്ചത്. വീണ്ടും പഴയതുപോലെ രുദ്രന്റെ വാക്കുകൾക്ക് ചെവിയോർത്ത് ആ നിഷ്കളങ്ക സഹായി അവിടെ നിലയുറപ്പിച്ചു. ബ്രഹ്മയാമത്തിൻ്റെ ഉദയം അറിയിച്ചുകൊണ്ടൊരു നിലാപക്ഷി ഉറക്കെ ചിലച്ചു. രുദ്രശങ്കരൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ബ്രഹ്മയാമം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഭഗവതി സേവ. ശ്രദ്ധിക്കുക, ഭഗവതി സേവ പൂർത്തിയായാൽ ഉടനെ നാം ആവാഹന കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. അവൾ ഏത് വിധേനയും മേനോൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ ശ്രമിക്കും. പക്ഷേ ഈ മാന്ത്രികപുരയിൽ കടക്കാൻ അവൾക്കാവില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്യം നേടാൻ അവൾ ശ്രമിക്കും. മേനോൻ അദ്ദേഹം എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കരുത്. മേനോൻ എല്ലാം കേട്ട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ മന്ത്രപുരയിലിരുന്നു. താന്ത്രിക പ്രധാനമായ ഭഗവതി സേവയ്ക്ക് ഹോമകുണ്ഡത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതണഞ്ഞു പോകാതിരിക്കാൻ പ്ലാവിൻ വിറക് കൂട്ടി നെയ്യ് പകർന്ന് അഗ്നി കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്തി. പത്മമിട്ട് വിളക്ക് കത്തിച്ച് ദേവീ ചൈതന്യം ആവാഹിച്ചു. കുത്തരിയും കടും ശർക്കര കൂട്ടും ചേർത്ത് തയ്യാറാക്കിയ കടും പായസം പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദിച്ചു. ശേഷം ദുർഗാമന്ത്രം, ത്രിപുര സുന്ദരി മന്ത്രം, ദേവീ സൂക്തം, ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കാൻ ആരംഭിച്ചു. അരുണന്റെ കരവിരുത് സൂര്യഭഗവാന്റെ തേര് കിഴക്ക് പ്രഭ പടർത്തി ഉയർന്നപ്പോഴേക്ക് ഭഗവതി സേവ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ലളിത സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്ത് രുദ്രശങ്കരൻ പൂജ അവസാനിപ്പിച്ചു. ഓരോ പൂജ കഴിയുമ്പോഴും കൃഷ്ണമേനോന്റെ ഉള്ളിൽ സന്തോഷം അലതല്ലുകയായിരുന്നു. അതേസമയം വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കമ്പക്കെട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കൊല്ലൻ വേലായുധൻ കതിനക്കുറ്റിയുടെ തിരിക്ക് തീ കൊളുത്തി. ഇടംതല മുറുക്കിയ അസുരവാദ്യം പതിതാളത്തിൽ തുടങ്ങി രുദ്രതാളത്തിലെത്തി. കൊമ്പും കുഴലും ശംഖനാദവുമായി ദേവിയുടെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങൾക്ക് തുടക്കമായി. കഥനിയുടെ ശബ്ദം പാടവരമ്പ് കടന്ന് മംഗലത്ത് മുറ്റത്തുമെത്തി. രുദ്രശങ്കരൻ്റെ നോട്ടത്തിൽ നിന്ന് കാര്യം ഉൾക്കൊണ്ട പരികർമ്മികൾ ആവാഹനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സുദർശ ചക്രം വരച്ച് ഹോമകുണ്ഡം അതിലേക്ക് മാറ്റി നെയ്യും കർപ്പൂരവും അർപ്പിച്ച് അഗ്നി ജ്വലിപ്പിച്ചു. പുറത്ത് നടക്കുന്നതൊക്കെ അഭിമന്യു റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന സ്ത്രീരൂപമെടുത്ത് പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തി പീഠത്തിൽ വെച്ചുകൊണ്ട് രുദ്രൻ സഹതന്ത്രികർക്ക് കണ്ണുകൊണ്ട് ആജ്ഞ നൽകി. ഏവരും സുദർശന ഹോമത്തിന് തയ്യാറായി. കൃഷ്ണമേനോൻ കണ്ണടച്ച് അതിതീവ്രമായ പ്രാർത്ഥനയിലാണ്. എള്ളും പൂവും നവധാന്യങ്ങളും മറ്റും പൂജാവിധി പ്രകാരമുള്ള വസ്തുക്കളും അഗ്നിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് രുദ്രശങ്കരൻ സുദർശന ഹോമത്തിന് തുടക്കം കുറിച്ചു. താന്ത്രികരുടെ കണ്ടുനാളത്തിൽ നിന്നും ഉയർന്ന സുദർശന മന്ത്രം ശ്രീപാർവതിയെ കൂടുതൽ അസ്വസ്ഥയാക്കി.
മേനോനെ കൊല്ലാതെ ഞാൻ പോവില്ല. അവൾ രൗദ്രഭാവം പൂണ്ട് മംഗലത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ പടിപ്പുര കടക്കാനുള്ള അവളുടെ ശ്രമം സാക്ഷാൽ പാലാഴിവാസന്റെ ശക്തിക്ക് മുൻപിൽ നിഷ്ഫലമായി. പെട്ടെന്ന് മാനം കറുത്തിരുണ്ടു. കണ്ണഞ്ചും വേഗത്തിൽ മിന്നലും കതിന തോൽക്കും വിധം ഇടിയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേസമയം വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയുടെ പുനഃപ്രതിഷ്ഠ പുരോഗമിക്കുകയായിരുന്നു. വസുദേവ തന്ത്രി കൈപിടിച്ചു കൂട്ടിയ വിഗ്രഹം ശങ്കരനാരായണ തന്ത്രി പീഠത്തിലേക്ക് താഴ്ത്തി അഷ്ടബന്ധം കൊണ്ട് ഉറപ്പിച്ചു. ശ്രീപാർവതിക്ക് തൻ്റെ നശ്വര രൂപം നഷ്ടമാവുന്നത് പോലെ തോന്നി. സത്യത്തിൽ അത് തോന്നലല്ല, സംഭവ്യമാവുകയാണെന്ന് അവൾക്ക് വ്യക്തമായി. വർദ്ധിച്ചു വന്ന പകയോടെ അവൾ അലറി വിളിച്ചു. കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറി. അടുത്ത നിമിഷം അതിശക്തമായ കാറ്റ് അവിടെയാകെ വട്ടം കറങ്ങാൻ തുടങ്ങി. ആവാഹനപുരയെ അപ്പാടെ ഇളക്കിമറിക്കും വിധത്തിൽ വായു അലറി വിളിച്ചു. വിളക്കുകൾ തെറിച്ചു വീണു. കാറ്റിൻ്റെ ശീൽക്കാരത്തിനും മീതെ ശ്രീപാർവതിയുടെ അട്ടഹാസം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. മന്ത്രം ചൊല്ലുന്നത് നിർത്താതെ രുദ്രശങ്കരൻ ദേവദത്തനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചതും ദേവൻ ഹോമകുണ്ടത്തിനടുത്ത് വെച്ചിരുന്ന തളികയിൽ നിന്നും ഒരു പിടി ഭസ്മമെടുത്ത് രുദ്രൻ്റെ കയ്യിലേക്ക് നൽകി. രുദ്രൻ ഭസ്മമെടുത്ത് അഗ്നിക്ക് മുകളിൽ 3 തവണ ഒഴിഞ്ഞെടുത്ത് പുറത്തേക്ക് ഊതി. ഭസ്മം അന്തരീക്ഷത്തിൽ പടർന്നതോടെ കാറ്റ് ഗതി മാറി വീശാൻ തുടങ്ങി. സുദർശന മന്ത്രം 1000 ഉരു പൂർത്തിയായതും രുദ്രശങ്കരൻ പീഠത്തിൽ നിന്നും എഴുന്നേറ്റു. പരികർമ്മികൾ മന്ത്രജപം തുടർന്നുകൊണ്ടിരുന്നു. അതിശക്തമായ മന്ത്രം 10,008 ഉരുചൊല്ലി പൂർത്തിയാവുന്നതോടെ രക്ഷസിനെ ആവാഹിക്കാൻ സാധിക്കും. അതേസമയം ക്ഷേത്രത്തിൽ സഹസ്ര കലശാഭിഷേകം ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു. മന്ത്രോച്ചാരണങ്ങളോടെ ശങ്കരനാരായണ തന്ത്രി 300-ാം കലശം അഭിഷേകം ചെയ്തു. തന്നെ ആരോ ആവാഹനകളത്തിലേക്ക് വലിച്ചെടുപ്പിക്കും പോലെ തോന്നിയ ശ്രീപാർവതി സർവശക്തിയും ഉപയോഗിച്ച് പിന്നിലേക്ക് വലിയാൻ ശ്രമിച്ചു. നിനക്ക് രക്ഷയില്ല ശ്രീപാർവതി, വരൂ, മോക്ഷപദത്തിൽ ചേരൂ. സമീപത്തെ ഉരുളിയിൽ നിറച്ച ജലത്തിലേക്ക് നോക്കി രുദ്രശങ്കരൻ ആജ്ഞ നൽകി. ഇല്ല, എൻ്റെ ലക്ഷ്യം പൂർത്തിയാവാതെ ഞാൻ പോവില്ല. മേനോൻ്റെ രക്തം കൊണ്ട് സ്വയം അഭിഷേകം നടത്തിയിട്ടേ ഞാൻ പോകൂ. അത് നിന്റെ വ്യാമോഹമാണ്. അയാളെ കൊല്ലാൻ നിനക്ക് അവകാശവുമില്ല. ഇനിയൊരു നിമിഷം പോലും ഈ ഭൂമിയെ തുടരാൻ ഞാൻ അനുവദിക്കുമില്ല. അധികം വൈകാതെ വള്ളക്കടത്തമ്മയുടെ സഹസ്രകലശം പൂർത്തിയാവും. അതോടെ നിന്റെ ശക്തി ക്ഷയിക്കും. ശേഷം ശ്രീപത്മനാഭൻ്റെ സുദർശന ചക്രം നിന്നെ ബന്ധിക്കും. അതിലും നല്ലത് സ്വമേധയ എൻ്റെ മുൻപിലെ ആവാഹനകളത്തിൽ വരുന്നതാണ്. ഇല്ല, ഒരിക്കലുമില്ല, അവൾ അലറി വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞ് രക്തമൊഴുകി. ഈ അട്ടഹാസം കൊണ്ടൊന്നും കാര്യമില്ല. എത്രയും വേഗം പറയുന്നത് അനുസരിക്കുക. രുദ്രശങ്കരൻ വീണ്ടും മന്ത്രജപത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ദേവദത്തൻ കണക്ക് കൂട്ടി. മന്ത്രം 5000 കടന്നിരിക്കുന്നു. ഇതിപ്പോ എത്രയായി? കലശക്കുടം കൈയേൽക്കുമ്പോൾ ശങ്കരനാരായണ തന്ത്രി വസുദേവ തന്ത്രിയെ നോക്കി. 800 കടന്നു. ഇനിയിപ്പോൾ വേഗം ആവുമല്ലോ. അവളുടെ ശക്തി ക്ഷയിച്ച് തുടങ്ങിയെന്നാണ് ലക്ഷണം. ദേവേട്ട, ഈ അരി മേനോൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കൂ. രുദ്രൻ ഒരു പിടി അരിയെടുത്ത് ദേവദത്തനെ ഏൽപ്പിച്ചു. അയാളത് മേനോന് കൈമാറി. മേനോൻ അദ്ദേഹം സുദർശന മന്ത്രം 10,000 ഉരു പിന്നിട്ടിരിക്കുന്നു. ഇനി കേവലം 8 ഉരു കൂടി. ആദ്യം ആ അരി 3 തവണ തലയ്ക്കൊഴിഞ്ഞ് തരൂ. രുദ്രശങ്കരൻ്റെ വാക്കുകൾ മഞ്ഞുതുള്ളി പോലെയാണ് കൃഷ്ണമേനോൻ കേട്ടത്. ദേവദത്തൻ കൈമാറിയ അരി നിറഞ്ഞ ചിരിയോടെ കൈയേറ്റ അയാൾ 3 തവണ തലയ്ക്കൊഴിഞ്ഞ് നൽകി. രുദ്രശങ്കരൻ അത് അഗ്നിയിലേക്ക് അർപ്പിച്ച് നെയ് പകർന്നു. അപ്പോഴേക്കും സുദർശന മന്ത്രം പൂർണ്ണമായിരുന്നു. ശ്രീപാർവതിയുടെ ശരീരം ശക്തമായ താപത്താൽ ഉരുകി ഒലിക്കാൻ തുടങ്ങി. അവൾ ദയനീയമായി തേങ്ങിക്കരഞ്ഞു. ശ്രീപാർവതി, വരൂ, നിനക്ക് മോക്ഷപ്രാപ്തിക്ക് സമയമായി. രുദ്രശങ്കരൻ്റെ ആജ്ഞ വിദൂരത്തിൽ നിന്നവൾ കേട്ടു. സഹസ്രം അവസാന കലശം ദേവിക്ക് അഭിഷേകം ചെയ്ത് ശങ്കരനാരായണ തന്ത്രി ഇരു കൈയും കൂപ്പി. തളികയിൽ നിന്നും പച്ചരിയും മഞ്ഞളും കൂട്ടിയ മിശ്രിതമെടുത്ത് രുദ്രശങ്കരൻ ആവാഹനത്തിലേക്ക് കടന്നു. ഉച്ചസ്ഥായിലുള്ള ആവാഹന മന്ത്രം മംഗലത്ത് പടിപ്പുര കടന്ന് ശ്രീപാർവതിയെ വലയം ചെയ്തു. ശക്തി നഷ്ടപ്പെട്ട ആത്മാവ് ഒരു മഞ്ഞുപടലം പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. രുദ്രശങ്കരൻ മന്ത്രോച്ചാരണത്തിൻ്റെ ആക്കം കൂട്ടി. പരികർമ്മികൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നെയ്ത്തർപ്പിച്ചു. തുളസിയും ചന്ദനവും വെളുത്ത പുഷ്പങ്ങളും അർപ്പിച്ച് രുദ്രശങ്കരൻ സ്വർണ്ണ സ്ത്രീരൂപത്തിൽ കൈയമർത്തി ശ്രീപാർവതിയെ ആവാഹിച്ചിരുത്താൻ ആരംഭിച്ചു. കൂട്ടം മണിയടിയുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും ശബ്ദം കൂടുതൽ കനപ്പെട്ടു.
ക്രമേണ ശ്രീപാർവതി സ്വർണ്ണരൂപത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി. ആവാഹന കർമ്മം പൂർത്തീകരിച്ച് തർപ്പണത്തിലേക്ക് കടക്കുമ്പോൾ വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ നിന്നും പഞ്ചാരിയുടെ ദ്രുതതാളം ഉയർന്നു തുടങ്ങി. ശാന്തമായ പ്രകൃതിയിൽ തണുത്ത മന്ദമാരുതൻ ഒഴുകി നടന്നു. ഉയർന്നു പൊങ്ങിയ ശംഖനാദത്തിൻ്റെ അകമ്പടിയോടെ ബ്രഹ്മകലശ പൂജ കഴിഞ്ഞ് വള്ളക്കടത്ത് ഭഗവതിയുടെ ശ്രീകോവിൽ തുറക്കപ്പെട്ടു. മേനോൻ അദ്ദേഹം ഇനി ഭയപ്പെടാനില്ല, കണ്ണു തുറന്നോളൂ. രുദ്രശങ്കരൻ തോളിൽ തട്ടിയപ്പോഴാണ് മേനോൻ കണ്ണു തുറന്നത്. ഇതാ ഇത്രയും നാൾ താങ്കളെ ഭയപ്പെടുത്തിയ ശ്രീപാർവതി. രുദ്രശങ്കരൻ സ്വർണ്ണപ്രതിഭയ്ക്ക് നേരെ കൈ ചൂണ്ടി. നന്ദിയുണ്ട് ഒരുപാട്. കൃഷ്ണമേനോൻ രുദ്രശങ്കരൻ്റെ കാൽ തൊട്ട് തൊഴുതു. ഹേ, കാളകെട്ടി ഇല്ലക്കാർ വാക്ക് പാലിച്ചു. ഇതാ രക്ഷസിനെ ബന്ധിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അല്പം പൂജകൾ കൂടി ബാക്കിയുണ്ട്. താങ്കൾ തറവാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. നിറഞ്ഞ മനസ്സോടെ കൃഷ്ണമേനോൻ അവിടെ നിന്നും പുറത്തു കടന്നു. വീടിൻ്റെ പൂമുഖപ്പടിയിൽ കാൽവെച്ചപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. തൊടിയിലെ കുളപ്പടവിൽ ഒരു രൂപം തന്നെ നോക്കി നിൽക്കുന്നു. മരക്കൂട്ടങ്ങൾ തീർത്ത ഇരുളിൻ്റെ പ്രഭാവത്തിൽ ആളിൻ്റെ മുഖം വ്യക്തമാവുന്നില്ല. ആരാ അത്? മേനോൻ പതിയെ കുളക്കരയിലേക്ക് നടന്നു. പക്ഷേ അപ്പോഴേക്കും ആ രൂപം എവിടെയോ മറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം പുകയും ചൂടും കൊണ്ടിരുന്നതിൻ്റെ ക്ഷീണം കാരണമുണ്ടായ തോന്നൽ മാത്രമാണ് അതെന്ന് മേനോൻ്റെ മനസ്സ് പറഞ്ഞു. അയാൾ പതിയെ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും പിൻകഴുത്തിൽ ഒരു ലോഹക്കുഴലിൻ്റെ തണുപ്പ് തട്ടി. മേനോൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. അയാൾ പതിയെ പിന്നോട്ട് തലതിരിച്ചു. ഇരുട്ടിൽ ആളിൻ്റെ മുഖം വ്യക്തമല്ല. ആരാ? മേനോൻ്റെ ഒച്ച വിറച്ചു. പ്രതിയോഗി അല്പം കൂടി മുൻപോട്ട് കടന്നു നിന്നു. ഇലച്ചാർത്തുകളെ തഴുകിയിറങ്ങിയ മങ്ങിയ ചന്ദ്രപ്രഭയിൽ ആ മുഖം കണ്ട കൃഷ്ണമേനോൻ നടുങ്ങി. ഉണ്ണി! അയാളുടെ തൊണ്ട വരണ്ടു. മേനോന് ശരീരം തളരുന്നത് പോലെ തോന്നിപ്പോയി. മോനെ, നീ എന്താ ഇത്? നിനക്കെന്താ പറ്റിയേ? മേനോന് കൺമുൻപിൽ നടന്നത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവിയുടെ മുഖത്ത് ഇന്നേ വരെയും കണ്ടിട്ടില്ലാത്ത രൗദ്രഭാവം. കണ്ണുകളിൽ അഗ്നി എരിയുന്നത് പോലെ. നെഞ്ചിലെന്തോ കുത്തിക്കയറുന്ന വേദന. മേനോൻ തല താഴ്ത്തി നോക്കി. ഇടത് നെഞ്ചിൽ കുത്തി നിർത്തിയിരിക്കുന്ന പിസ്റ്റലിൻ്റെ കുഴൽ. അഭിമന്യു അത് കൂടുതൽ അമർത്തുകയാണ്. സത്യത്തിൽ വേദന ശരീരത്തിനല്ല, മനസ്സിനാണ് എന്ന് മേനോന് തോന്നി. എന്താ മേനോൻ വല്യേച്ച, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇത് വിധിയാണ്. കാലമാണ് നിങ്ങളെ ഇങ്ങനെ എൻ്റെ മുൻപിൽ നിർത്തിയത്. അഭി തോക്ക് ഒന്നുകൂടി മേനോൻ്റെ നെഞ്ചിലേക്ക് അമർത്തി. ഉണ്ണി, നിനക്കിത് എന്താ പറ്റിയേ? എന്താ അത് കുട്ടിക്കളിയാ? അതും തോക്കൊക്കെ വെച്ച്? ആ പോട്ടെ, വാ വീട്ടിലേക്ക്. മേനോൻ ആദ്യത്തെ അമ്പരപ്പിൽ നിന്നും മോചനം ഉൾക്കൊണ്ടുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം പുറകിൽ നിന്നും അഭിമന്യു അയാളെ ആഞ്ഞു തൊഴിച്ചു. അപ്രതീക്ഷിതമായ ആ പ്രഹരത്തിൽ മേനോൻ മുഖമടിച്ച് വീണു. കാര്യങ്ങൾ പന്തിയില്ലാന്ന് വ്യക്തമായതും അയാൾ ചാടി എഴുന്നേറ്റ് അഭിക്ക് നേരെ തിരിഞ്ഞു. നീ ആർക്ക് നേരെയാണ് കാലുയർത്തിയത് എന്ന് അറിയോ? മുഖത്തിന് നേരെ വന്ന മേനോൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഭിമന്യു മുഖം കോട്ടിച്ചിരിച്ചു. അറിയാമെടോ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. തന്നെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടേ ഞാൻ പോകൂ. മംഗലത്ത് കൃഷ്ണമേനോനെ. മേനോൻ്റെ മുഖം കനത്തു. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അപകടം. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ഭയം പുറത്തു കാട്ടാതെ മേനോൻ അഫിയെ തുറിച്ചു നോക്കി. ഉണ്ണി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എത്രയൊക്കെ ശ്രമിച്ചിട്ടും സ്വരത്തിൽ കയറിക്കൂടിയ പതർച്ച മറയ്ക്കാൻ മേനോനായില്ല. ഉണ്ണിയോ? ഏത് ഉണ്ണി? ഞാൻ അഫിയാണ്, അഭിമന്യു. മംഗലത്ത് കൃഷ്ണമേനോൻ്റെ മൂത്ത പുത്രൻ. ആദിത്യ മേനോൻ്റെ മകൻ അഭിമന്യു ആദിത്യൻ. കൃഷ്ണമേനോന് തലയ്ക്കുള്ളിൽ 1000 കടന്നലുകൾ ഒന്നിച്ച് മുളുന്നത് പോലെ തോന്നി. ആദിത്യ മേനോൻ്റെ മകൻ അഭിമന്യു. ഒടുവിൽ താൻ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. അർജുനപുത്രനെ പോലെ അവൻ വന്നിരിക്കുന്നു പകരം ചോദിക്കാൻ. മേനോൻ്റെ കൈകാലുകൾ തളർന്നു. കണ്ണിൽ ഇരുട്ട് കയറി. ഒരാശ്രയത്തിനായി അയാൾ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. അവയുടെ മുഖത്തെ കൊലച്ചിരി കണ്ടതും മേനോൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. മരണം തന്നെ നോക്കി പല്ലിളിക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത്. ശ്രീപാർവതിയെ ആവാഹിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയില്ലേ? ഇല്ലടോ, ഏത് രക്ഷസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും എൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെടില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ കൃഷ്ണമേനോൻ വല്യേച്ച? വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു പകൽ സമയത്താണ് എൻ്റെ അച്ഛൻ, അതായത് മംഗലത്ത് ആദിത്യ മേനോൻ, ഈ കുളത്തിൽ മരിച്ചു കിടന്നത്. മരിച്ചതല്ല, നിങ്ങൾ ചവിട്ടി താഴ്ത്തി കൊന്നത്.
അഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിളുകൾ കലി കൊണ്ട് വിറച്ചു. താനിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എങ്ങനെ ഇളയച്ചൻ്റെ മകനായി, ഇവിടെ എങ്ങനെ എത്തി, എൻ്റെ അച്ഛനെ താൻ കൊന്നത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു തരാം. എല്ലാം വിശദമായി പറഞ്ഞു തരാം. അങ്ങോട്ട് ഇരുന്നാട്ടെ. അഭിമന്യു അടുത്ത് കിടന്ന കല്ല് ചൂണ്ടിക്കാട്ടി. പക്ഷേ മേനോൻ അത് കൂട്ടാക്കിയില്ല. അങ്ങോട്ട് ഇരിക്കാൻ അഫിയുടെ സ്വരം കടുത്തു. ഒടുവിൽ അവൻ അയാളെ ബലമായി പിടിച്ചിരുത്തി. എതിർവശത്ത് നിന്ന വാഗമരത്തിൻ്റെ തടിച്ച വേരിൽ അഫിയും ഇരുന്നു. മേനോൻ്റെ കണ്ണുകൾ ചുറ്റും കറങ്ങി. അഫിയെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന ചിന്തയായിരുന്നു അയാളുടെ ഉള്ളിൽ. എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തയാണല്ലേ? ബുദ്ധിമോശം കാട്ടരുത്. അവിടെ നിന്ന് അനങ്ങിയാൽ. അഫി തോക്ക് കയ്യിലിട്ട് കറക്കി. മേനോൻ്റെ കണ്ണുകൾ പിഴച്ചു. ഇവനെങ്ങനെ എൻ്റെ മനസ്സ് വായിച്ചു? സൂക്ഷിക്കണം. രക്ഷസിനേക്കാൾ അപകടകാരിയാണ് അവൻ. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ അച്ഛനെ താൻ ഈ കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ എൻ്റെ അമ്മയുടെ വയറ്റിലാണ് ഞാൻ. അച്ഛനെ കൊന്നതിന് ശേഷമാണ് നിങ്ങളറിയുന്നത് അമ്മ അച്ഛനിൽ നിന്നും ഗർഭം ധരിച്ച കാര്യം. അതോടെ അമ്മയെ കൂടി ഇല്ലാതാക്കാൻ താൻ തീരുമാനിച്ചു. അച്ഛൻ കൊല്ലപ്പെട്ടെന്നും അടുത്ത ലക്ഷ്യം താനാണെന്നും അറിഞ്ഞ അമ്മ ജീവനും കൊണ്ട് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടില്ലാതെ ഓടുന്നു. ആ ഓട്ടം നിന്നത് ഒരു ബസ് സ്റ്റാൻഡിലെ ഒഴിഞ്ഞ മൂലയിൽ. അന്തിയായാൽ പെണ്ണിൻ്റെ ചൂര് തേടിയിറങ്ങുന്ന മനുഷ്യനായ്ക്കൾ എൻ്റെ അമ്മയെ കടന്നു പിടിക്കുന്നു. നിർത്താതെയുള്ള ഓട്ടവും അലച്ചിലും കൊണ്ട് ക്ഷീണിച്ച എൻ്റെ അമ്മയ്ക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരാൾ രക്ഷകനായി വന്നു. ആ രക്ഷകൻ്റെ പേര് സുദേവ മേനോൻ, എൻ്റെ ഇളയച്ചൻ. കൃഷ്ണമേനോൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. ചെവിയിൽ മുരുകി വീണതുപോലെ അയാൾ തലകുടഞ്ഞു. തൻ്റെ ഇളയ സന്താനത്തിൻ്റെ സംരക്ഷണത്തിലാണ് അഭിമന്യു വളർന്നത് എന്ന സത്യം അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. വിശ്വാസം വരുന്നില്ലല്ലേ? പക്ഷേ എന്തു ചെയ്യാം, വിശ്വസിക്കണം. കാരണം അതാണ് സത്യം. താനും തൻ്റെ ആളുകളും എൻ്റെ അമ്മയെ തേടി നടന്നപ്പോൾ ഇളയച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അമ്മയെ രഹസ്യമായി പാർപ്പിച്ചു. കൊൽക്കത്തയിൽ സ്ഥിരതാമസമായപ്പോൾ ഇളയച്ചൻ അമ്മയെ അങ്ങോട്ട് കൂട്ടി. ഇളയച്ചനും ഇളയമ്മയ്ക്കും ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് ശാസ്ത്രം വിധിയെഴുതിയപ്പോഴാണ് എൻ്റെ ജനനം. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അവർ എന്നിലൂടെ നേടി. എന്നെ അവരുടെ മകനെ പോലെ അല്ല, മകനായി തന്നെ വളർത്തി പഠിപ്പിച്ചു. ഓർമ്മ വെച്ച കാലം തൊട്ടേ അവരാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചു. പാവൻ്റെ അമ്മ എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു. പക്ഷേ എല്ലാം എക്കാലവും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നല്ലേ? വളരെ അവിചാരിതമായി എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അമ്മയുടെ പഴയ തുണിസഞ്ചിയിൽ നിന്നും എനിക്ക് കിട്ടി. അവിടെ നിന്നും മൂടി വയ്ക്കപ്പെട്ട ഒരു സത്യം എനിക്ക് മുൻപിൽ വെളിപ്പെടുകയായിരുന്നു. ഞാൻ ആരാണ്, എൻ്റെ അച്ഛൻ ആരാണ്, അച്ഛൻ എങ്ങനെ മരിച്ചു, അങ്ങനെയെല്ലാം ഞാൻ അറിഞ്ഞു. സത്യമെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരായിരുന്നില്ല വന്നത്, തന്നോടുള്ള പകയുടെ കനലായിരുന്നു. എൻ്റെ 13ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരണത്തോട് മല്ലിടുമ്പോൾ അമ്മ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, തൻ്റെ ജീവനെടുക്കാൻ തുനിയരുത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരിക്കലും ഇളയച്ചനും ഇളയമ്മയും ജീവിച്ചിരിക്കെ ആവരുതെന്ന്. ഇളയച്ചനും ഇളയമ്മയ്ക്കും പ്രായമാകുമ്പോഴേക്കും താൻ മരിക്കും എന്ന് പാവ എൻ്റെ അമ്മ കണക്കുകൂട്ടി. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കാത്തിരുന്ന എൻ്റെ മുൻപിൽ വിധി വീണ്ടും കളം മാറി. പാവം ഇളയച്ചനും ഇളയമ്മയും അകാലത്തിൽ പൊലിഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു തൻ്റെ മരണം. പക്ഷേ അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ട അതേ ദിവസം വന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മിസ്റ്റർ മംഗലത്ത് കൃഷ്ണമേനോൻ. അഭിമന്യു പല്ല് കടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റതും കൃഷ്ണമേനോൻ ഇരുന്നിടത്ത് നിന്ന് കൈകുത്തി വായുവിൽ ഉയർന്നു പൊങ്ങിയതും ഒരുമിച്ച്. ആൾപ്പൊക്കത്തിൽ കുതിച്ചുയർന്ന മേനോൻ്റെ ഇടങ്കാൽ അഫിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. കടത്തനാടൻ കളരിമുറയിലെ ഗരുഡദണ്ഡനം എന്ന പ്രഹരവിദ്യ. കണ്ണ് ചിമ്മും വേഗത്തിൽ അങ്ങനൊരു ആക്രമണം അഫി പ്രതീക്ഷിച്ചിരുന്നില്ല. അടികൊണ്ട് ദൂരേക്ക് വീണ അഫിയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ. ഒന്നും വ്യക്തമാവുന്നില്ല. അഭിമന്യു കവിളിൽ തൊട്ട് നോക്കി. വലത് കവിൾ അടിയേറ്റ് ചതഞ്ഞ് വിങ്ങിയിരിക്കുന്നു. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. മേനോൻ എവിടെ? അവൻ വേദന കടിച്ചമർത്തി മെല്ലെ കണ്ണുകൾ വലിച്ചു തുറന്നു. തലയ്ക്കുള്ളിൽ സൂചി കുത്തും പോലെ വേദന. വായിൽ ചോരയുടെ ചുവ അറിഞ്ഞതും അവൻ നീട്ടിത്തുപ്പി. ഉമിനീർ കലർന്ന് കൊഴുത്ത രക്തം പുറത്തു തെറിച്ചു. ഒപ്പം 2 പല്ലും. രക്തമൊഴുകുന്ന തൻ്റെ മുഖത്തേക്ക് നോക്കി ആർത്തിച്ചിരിക്കുന്ന കൃഷ്ണമേനോനെ കണ്ടതും അഫി എഴുന്നേൽക്കാൻ ശ്രമിച്ചു.
അനങ്ങാൻ കഴിയുന്നില്ല. തല ഉയരുന്നില്ല. ആരോ തന്നെ ബലമായി പിടിച്ചു വെച്ചതുപോലെ അവൻ പതിയെ തല ചിരിച്ചു നോക്കി. കൃഷ്ണമേനോൻ തൻ്റെ തടിച്ച കാൽ അഫിയുടെ തോളിൽ ഒന്നുകൂടി അമർത്തി. പിടയ്ക്കാതയുടെ ചെക്ക, തന്തയെ കൊന്നതിന് കണക്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു. അഫി പല്ല് ഞെരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചത് മേനോൻ കാലുയർത്തി ആഞ്ഞു തൊഴിച്ചു. നാഭിയിൽ ഒരു കല്ല് വന്നടിച്ചതുപോലെയാണ് അഫിക്ക് തോന്നിയത്. അവൻ ഒരു പുഴുവിനെ പോലെ നിലത്ത് കിടന്ന് പിടഞ്ഞു. കൃഷ്ണമേനോൻ അലറി ചിരിക്കുകയാണ്. പകരം വീട്ടും പോലും അപ്പൻ്റെ ഗതി തന്നെ മകനും. മേനോൻ പതിയെ അഫിയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ തലയിൽ തലോടി. പാവൻ്റെ കുട്ടി, എന്തൊക്കെയായിരുന്നു? ആളറിയാതെ കൈവച്ചു. അഫി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വായിൽ നിറഞ്ഞ രക്തം അവനെ അനുവദിച്ചില്ല. മേനോൻ അവൻ്റെ മുടിയിഴകളിൽ കോത്തുപിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഇപ്പോൾ മനസ്സിലായോ ഈ കൃഷ്ണമേനോൻ ആരാണെന്ന്? പുത്രഹത്യാ പാപത്തിൻ്റെ പുറകെ മറ്റൊരു ശാപം കൂടി. സാരമില്ല, അത് ഞാൻ സഹിച്ചു. പണ്ട് എൻ്റെ മകനെ ഇവിടെ താഴ്ത്തിയപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഇന്നിങ്ങനെ നിന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ കരുതിയില്ല. കുറച്ചുനാൾ നിന്റെ തള്ളയെ അന്വേഷിച്ചത് എന്നത് സത്യം. പിന്നെ പോട്ടെ എന്ന് വെച്ചു. പണ്ട് പറ്റിയ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ പാടില്ല. കൊല്ലാതെ വിട്ടാൽ പല്ലുകളിൽ വിഷം നിറച്ച് നീ വീണ്ടും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചത്ത് തുലയടാ. അയാൾ അലറിക്കൊണ്ട് അഫിയുടെ തല മണ്ണിലേക്ക് ആഞ്ഞിടിച്ചു. അവൻ കൈകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അഫിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. ആ ക്രൂരത കണ്ട് പ്രകൃതി പോലും നിശ്ചലമായിപ്പോയി. കൃഷ്ണമേനോൻ പതിയെ കൈ അയച്ചു. തല്ലിക്കൂട്ടിയ നാളികേരത്തുണ്ട് പോലെ അഫിയുടെ ശിരസ് മണ്ണിൽ പുതഞ്ഞു കിടന്നു. അച്ഛനെ കൊന്നവനോട് പകരം വീട്ടാൻ വന്ന ആ ധീരപുത്രൻ്റെ രക്തം വീണ് മണ്ണ് കുതിർന്നു. മേനോൻ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അരുണന്റെ നേരിയ പ്രകാശം മാത്രമാണ് കുളക്കരയിൽ പതിക്കുന്നത്. രുദ്രശങ്കരനും കൂട്ടരും ആവാഹനപുരയിൽ തന്നെ. സമീപം മറ്റാരുമില്ല. മേനോൻ പതിയെ തിരിഞ്ഞ് അഫിയെ കൈകളിൽ തൂക്കിയെടുത്ത് കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങി. വർഷങ്ങൾക്ക് മുൻപ് മൂത്തപുത്രനെ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാവമായിരുന്നു കൃഷ്ണമേനോന്റെ മുഖത്ത്. എതിർത്ത് നിൽക്കുന്നത് സ്വന്തമായാലും ബന്ധമായാലും തുടച്ചു നീക്കുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ സ്വഭാവം. ഇരുളടഞ്ഞ ജലം കാളകൂടം പോലെ കെട്ടിക്കിടക്കുന്നു. പായൽ വിഴുങ്ങിയ കൽപ്പടവുകളിൽ കാൽ വഴുതും എന്നുറപ്പായതും മേനോൻ 2 പടി മുകളിൽ നിന്ന് അഫിയെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിതറിമറിയ ജലത്തിൻ്റെ കൈകൾ അഭിമന്യുവിനെ ഇരുളടഞ്ഞ ആഴങ്ങളിലേക്ക് വലിച്ചെടുത്തു. ചോര കലർന്ന ജലോപരിതലത്തിൽ അവസാന കുമിളയിൽ വീർത്തുപൊട്ടി. കുളത്തിൻ്റെ ഇരുളമയിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അഫി ശ്വാസം ആഞ്ഞു വലിച്ചു. മൂക്കിലും വായിലും വെള്ളം കയറിയതോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. മോനെ ഉണ്ണി, ഒരു നനുത്ത സ്വരം തൻ്റെ കാതുകളിൽ തഴുകുന്ന പോലെ അവന് തോന്നി. ആരോ വിളിക്കുന്നു. ആരാണത്? അമ്മ. എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ മനസ്സിൽ കുറേ മുഖങ്ങൾ മിന്നിമാഞ്ഞു. ക്യാൻസർ കാർന്നു തിന്ന അമ്മ, മേനോൻ ചവിട്ടിയരച്ച ശ്രീപാർവതിയുടെ കുടുംബം, എൻ്റെ ലക്ഷ്മി, കൃഷ്ണമേനോൻ ഇതേ കുളത്തിൽ ചവിട്ടി താഴ്ത്തിയ എൻ്റെ അച്ഛൻ. മേനോൻ അയാളുടെ മുഖം ഓർമ്മ വന്നതും അഫിക്ക് പുതിയൊരു ഊർജം ലഭ്യമായതുപോലെ തോന്നി. ആരോ മനസ്സിലിരുന്ന് പറയുന്നു, കൊല്ലണം, മേനോനെ കൊല്ലണം. മേലാസകലം ഇടിച്ചു പിഴിഞ്ഞ വേദന. ശ്വാസം മുട്ടി പിടയുമ്പോഴും അഭിമന്യുവിൻ്റെ മനസ്സ് മേനോനെ കൊല്ലാനുള്ള ത്വര കൂടി വരികയായിരുന്നു. ജലപ്പരപ്പിലെ നിറമാറ്റം കണ്ടതും മേനോൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. ഒരു ശത്രുവിനെ കൂടി ഇല്ലാതാക്കിയതിൻ്റെ നിർവൃതിയിൽ അയാൾ അലറി ചിരിച്ചു. മംഗലത്ത് കൃഷ്ണമേനോനെ വെല്ലുവിളിക്കാൻ വന്നവർക്കൊന്നും ജീവനോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. അയാൾ ആരോടൊന്നില്ലാതെ പുലമ്പിക്കൊണ്ട് തിരിച്ചു നടക്കാൻ പടിയിലേക്ക് കാലെടുത്ത് വച്ചതും പിന്നിലെ ജലമൊന്നിളകി. തിരിഞ്ഞു നോക്കാനുള്ള സമയം ലഭ്യമാവും മുൻപേ തൻ്റെ ശരീരത്തിലേക്ക് എന്തോ തുളച്ചു കയറുന്നത് അയാൾ അറിഞ്ഞു. മേനോൻ്റെ ഉള്ളിൽ നിന്നും എക്കിലെടുക്കും പോലെയുള്ള ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. അയാൾ അവിശ്വസനീയതയോടെ തല താഴ്ത്തി നോക്കി. ഇടതു നെഞ്ചിന് താഴെ കൂടി മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു ചുരികയുടെ തലപ്പ്. അതിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികൾ നിമിഷങ്ങൾക്കുള്ളിൽ ജലത്തിൽ ചുവപ്പ് രാശി പടർത്തി. വാരിയല് തകർത്തുകൊണ്ട് പാഞ്ഞു കയറിയ ചുരിക പിന്നിലേക്ക് വലിക്കപ്പെട്ടത് അയാൾ അറിഞ്ഞു. വേച്ചുപോയ കാലുകൾ ബന്ധപ്പെട്ട് ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണമേനോൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ ചോരയൊഴുകുന്ന മുഖവുമായി അഭിമന്യു. ചതഞ്ഞു തൂങ്ങിയ കണ്ണുകളിൽ അഗ്നി നിറച്ച് ചോരയിൽ മുങ്ങിയ ചുരികയുമേന്തി രണഭൂമിയിലെ യോദ്ധാവിനെ പോലെ അവൻ ചിരിക്കുന്നു. ചത്തെന്ന് കരുതിയല്ലേ? വായിൽ നിറഞ്ഞ ചോരയും ജലവും
കൃഷ്ണമേനോന്റെ മുഖത്തേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് അഭിമന്യു പല്ല് കടിച്ചു. ഈ ചുരിക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അഭി കയ്യിലിരുന്ന ചുരിക മേനോന്റെ നേരെ ഉയർത്തി. ഒറ്റക്കുത്തിൽ ശരീരത്തിനുള്ളിൽ ശക്തമായ മുറിവുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ചുരിക. ഇതെന്റെ അച്ഛൻ്റെ ചുരികയാ. അച്ഛൻ മരിക്കുന്ന അന്ന് രാവിലെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ചുരിക. ഇതുകൊണ്ട് തന്നെ തൻ്റെ ജീവൻ എടുക്കണമെന്ന് എൻ്റെ അച്ഛൻ കൊതിച്ചിട്ടുണ്ടാവും. മേനോനെ ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. മുഖത്ത് തെറിച്ച മിശ്രിതം അയാളുടെ കാഴ്ച മറച്ചു. കുത്തുകൊണ്ടെടുത്ത് കൈയമർത്തി രക്തം പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അഭിമന്യുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചതല്ലേ വല്യച്ഛ? അഭിമന്യു അയാളെ ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ആഞ്ഞുകുത്തി. മേനോന്റെ കണ്ണുകൾ മിഴിഞ്ഞു. വായിൽ നിന്ന് രക്തം അഭിയുടെ മുഖത്തേക്ക് തെറിച്ചു. സർവശക്തിയും സംഭരിച്ചുകൊണ്ട് മേനോൻ അലറിക്കരഞ്ഞു. പക്ഷേ വള്ളക്കടുത്തമ്മയുടെ ശിവേലി എഴുന്നള്ളിപ്പിന്റെ തുടക്കമറിയിച്ച് ഉയർന്നു പൊങ്ങിയ കതിനയുടെ കാതടിപ്പിക്കുന്ന ശബ്ദം മേനോന്റെ രോദനത്തെ തട്ടിയെടുത്തു. കണ്ണിൽ വീണ രക്തം വടിച്ചു മാറ്റിക്കൊണ്ട് അഭി കൈ അയച്ചതും അയാളുടെ ശരീരം അവന്റെ കൈകളിലൂടെ ഊർന്നു കുളത്തിലേക്ക് വീണു. രക്തവർണ്ണമണിഞ്ഞ ജലത്തിന്റെ ആഴങ്ങളിലേക്ക് മറയുമ്പോൾ ഉള്ളിലടങ്ങിയ ജീവന്റെ അവസാന തുടുപ്പിൽ അടഞ്ഞു തുടങ്ങുന്ന കണ്ണുകളിൽ മേനോൻ ആ കാഴ്ച കണ്ടു. വർഷങ്ങൾക്ക് മുൻപ് താൻ നിഷ്കരണം മുക്കിക്കൊന്ന തൻ്റെ മൂത്ത മകൻ ആദിത്യമേനോന്റെ മുഖം. ഒരു കൈക്കുഞ്ഞിനെ എന്ന വണ്ണം അവൻ തന്നെ കൈനീട്ടി വിളിക്കുന്നു. ഭയം കൊണ്ട് വിറച്ച മേനോൻ വാ തുറന്നതും വെള്ളം ഇരച്ചു കയറി. പതിയെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. കുളത്തിലെ ജലം അഭിയുടെ കാലുകളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു. അച്ഛൻ തന്നെ തഴുകുന്നത് പോലെയാണ് അവന് തോന്നിയത്. അച്ഛ എന്ന ഇടറിയ വിളിയോടെ അഭി കുളപ്പടവിൽ തളർന്നിരുന്നു. കിള്ളിമംഗലം കൊച്ചുകേശവന്റെ പുറത്ത് ശീവേലി എഴുന്നള്ളുമ്പോൾ വള്ളക്കടുത്ത് ഭഗവതിയുടെ മുഖത്ത് അസാധാരണമായ ഒരു തിളക്കമുണ്ടെന്ന് ശങ്കരനാരായണ തന്ത്രിക്ക് തോന്നി. അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ച് ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് അകക്കണ്ണ് മംഗലത്തിലേക്ക് തുറന്നു. മംഗലത്ത് തറവാട്ടിലെ കുളവും കുളപ്പടവിൽ ചോര പുരണ്ട ചുരികവുമേന്തി തല കുമ്പിട്ടിരിക്കുന്ന അഭിമന്യുവിൻ്റെ രൂപം തന്ത്രിയുടെ മനസ്സിൽ തെളിഞ്ഞു. എന്താണ് ശങ്കര ഒരു ആലോചന? ഒടുവിൽ അത് സംഭവിച്ചില്ലേ? ആരാണ്? രക്ഷസോ അതോ ആ ചെക്കനോ? വസുദേവ തന്ത്രിയുടെ ചോദ്യത്തിന് ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു. അവൻ അഭിമന്യു. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. അത് അയാളുടെ വിധിയാണെടോ. അവൻ്റെ പേര് തന്നെ അങ്ങനെയല്ലേ? മറുപക്ഷത്ത് സ്വന്തം പിതാമകനും ഗുരുപരമ്പരകളുമാണ് എന്നറിഞ്ഞിട്ടും ശത്രുവിനെ ശത്രുവായി കണ്ട് ആയുധമെടുത്ത അർജുനപുത്രൻ്റെ നാമമല്ലേ അവന്? താൻ നോക്ക് അയാളുടെ മരണം അവൻ്റെ കൈകൊണ്ട് സംഭവിച്ചതിൽ അമ്മയ്ക്ക് പോലും സന്തോഷമാണ്. ഇനിയും എന്തിനു മനോവിഷമം? രക്ഷസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്തു. ബാക്കിയെല്ലാം അയാളുടെ കർമ്മഫലം. വസുദേവ തന്ത്രിയുടെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് ശങ്കരനാരായണ തന്ത്രിക്ക് തോന്നി. മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കാതെ അദ്ദേഹം മുൻപോട്ട് നടന്നു. തർപ്പണം കഴിച്ച് ആവാഹനപുരയുടെ പുറത്തിറങ്ങിയ രുദ്രശങ്കരൻ ഹോമത്തിൻ്റെ അവസാന കർമ്മമായ കുരുതിക്ക് തയ്യാറെടുത്തു. പുറത്ത് ചാണകമടിച്ച് നാക്കിലെ വിരിച്ച് അതിൽ വെച്ചിരുന്ന കുമ്പളങ്ങി മുറിച്ച് കുരുതി കഴിക്കുമ്പോൾ രുദ്രൻ്റെ മുഖത്ത് ഒരു ചെറുചിരി വിടർന്നു. കർമ്മങ്ങൾ പൂർത്തിയായി. ഇനി മടങ്ങാം. ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ. രുദ്രശങ്കരൻ പരികർമ്മികൾക്ക് നിർദ്ദേശം നൽകി. ഉണ്ണിത്തിരുമേനി, മേനോൻ അദ്ദേഹത്തെ കണ്ടിട്ടല്ലേ പോകൂ? ദേവദത്തൻ സംശയമുന്നയിച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല ദേവേട്ട. അയാൾ പോയി. അല്ല, അയാളെ പറഞ്ഞു വിട്ടു. ഞാനിപ്പോൾ വരാം. മടക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. രുദ്രശങ്കരൻ പറഞ്ഞതൊന്നും കാര്യമായി വ്യക്തമായില്ലെങ്കിലും കൃഷ്ണമേനോന്റെ മരണം സംഭവിച്ചുവെന്ന് ദേവന് ഉറപ്പായി. പുറത്തൊരു കൈ അമർന്നതും അഭിമന്യു ഞെട്ടി കണ്ണു തുറന്നു. ചോര ഉണങ്ങിത്തുടങ്ങിയ ചുരിക വലിച്ചെറിഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റു. തനിക്ക് മുൻപ് ചെറു ചിരിയോടെ നിൽക്കുന്ന രുദ്രശങ്കരനെ കണ്ടതും അണപ്പൊട്ടിയ സങ്കടം കണ്ണുനീരായി ഒഴുകി ഇറങ്ങി. ഞാൻ കൊന്നു, അയാളെ ഞാൻ കൊന്നു. ഈ കൈകൊണ്ടാ കൊന്നത്. ഒരു ഭ്രാന്തനെ പോലെ അഭിമന്യു പുലമ്പിക്കൊണ്ടിരുന്നു. ഹേ, സാരയില്ല. ഇതാണ് അയാളുടെ വിധി. ബാക്കിയെല്ലാം അതിനൊരു കാരണമായി എന്ന് മാത്രം. ബന്ധിക്കും മുൻപ് ശ്രീപാർവതി മേനോനെ കൊന്നു. ഈ കുളത്തിൽ നിന്നും ഇനി ആ ശരീരം വീണ്ടെടുക്കുക പ്രയാസം. താൻ ഇന്ന് തന്നെ മടങ്ങിക്കൊള്ളൂ. വേണ്ട, ഞാൻ പോലീസിൽ കീഴടങ്ങിക്കൊള്ളാം. തെറ്റ് തന്നെയാണ്. ഞാനാണ് അയാളെ കൊന്നത്. അഫി, തനിക്കറിയോ, ഈ നാട്ടിലെ പോലീസും കോടതിയുമെല്ലാം ആ വള്ളക്കടുത്ത് ഭഗവതിയാണ്. ആ ദേവി എന്നിലൂടെ തന്നോട് പറയുന്നു, മടങ്ങിക്കൊള്ളൂ. തന്നെ മാത്രം സ്വപ്നം കണ്ട് തനിക്കൊപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പെണ്ണ് ബാക്കിയാണ്. ആരും ഒരു ആശ്രയമില്ലാത്ത അവൾക്ക് ഇനി താൻ മാത്രമേയുള്ളൂ. അത് ഓർമ്മ വേണം. പോകൂ. രുദ്രശങ്കരൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ അഫിക്കായില്ല.
ഒരിക്കൽ കൂടി കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മംഗലത്തിലേക്ക് നടന്നു. ഹലോ മാഷേ, എഴുന്നേറ്റ്. വള്ളക്കടത്തിനല്ലേ ടിക്കറ്റ്? സ്റ്റോപ്പെത്തി. കണ്ടക്ടർ തോളി തട്ടിയപ്പോഴാണ് അഭിമന്യു കണ്ണു തുറന്നത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കണ്ണട എടുത്തു വെച്ച് അയാൾ പുറത്തേക്ക് നോക്കി. വള്ളക്കടത്ത് എന്നെഴുതിയ വലിയൊരു ബസ് ബേയിലാണ് വണ്ടി നിൽക്കുന്നത്. മാഷേ, ഇറങ്ങുന്നില്ലേ? ഇത് ലാസ്റ്റ് സ്റ്റോപ്പാ. നിങ്ങൾ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഓട്ടോ ആക്കേണ്ടി വരും. കണ്ടക്ടർ വീണ്ടും അയാളെ സമീപിച്ചു. അഭിമന്യു അയാളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ബർത്തിലിരുന്ന ബാഗ് വലിച്ചെടുത്ത് മുൻപോട്ട് നടന്നു. മുൻപിലെ സീറ്റിൽ ഉറക്കത്തിലായിരുന്ന ലക്ഷ്മിയെയും 6 വയസ്സുകാരി മകളെയും തട്ടി വിളിച്ച് പുറത്തിറങ്ങി. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം വള്ളക്കടത്ത് മണ്ണിൽ കാൽ കുത്തുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ചെറിയൊരു നനവ് പടർന്നിരുന്നു. അടുത്തു കണ്ട ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വള്ളക്കടത്ത് ക്ഷേത്രത്തിലേക്ക് ഓട്ടം വിളിക്കുമ്പോൾ അഫി ചുറ്റും നോക്കി. ആകെ മാറിയിരിക്കുന്നു. പഴയ ഗ്രാമ നഗരത്തിന് വഴിമാറി. റോഡുകൾ വികസിച്ചു. വാഹനങ്ങളും കടകളും വർദ്ധിച്ചു. എന്തൊക്കെയോ തിരക്കുകളുമായി എങ്ങോട്ടേക്കെയോ പോകുന്ന ആളുകൾ. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. കാലത്തിൻ്റെതായ മാറ്റങ്ങൾ തനിക്കും സംഭവിച്ചിരിക്കുന്നു. മുടിയിൽ നര കയറി. കാഴ്ച മങ്ങിത്തുടങ്ങി. കണ്ണട വെച്ചില്ലെങ്കിൽ ഒന്നും വ്യക്തമല്ല. കൃഷ്ണമേനോൻ്റെ കളരി പ്രയോഗത്തിൽ തളർച്ച ബാധിച്ച കൈക്ക് സ്വാധീനം ഇപ്പോഴും കുറവ്. വീണ്ടും ചിന്തകളിലേക്ക് മനസ്സ് പാഞ്ഞപ്പോഴേക്കും ഓട്ടോ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിൽ എത്തിയിരുന്നു. അഭിമന്യു പുറത്തേക്ക് നോക്കി. ക്ഷേത്രത്തിനും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സമീപം കുറേയേറെ കടകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പടുകൂറ്റൻ കമാനം. എത്രയായി? വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അഭി ഡ്രൈവറെ നോക്കി. ഒന്നും വേണ്ട. നരവാദിച്ച താടി ഉഴിഞ്ഞുകൊണ്ട് അയാൾ അഭിമന്യുവിനെ നോക്കി ചിരിച്ചു. നിറഞ്ഞ ചിരിയോടെ തന്നോട് വാടക വേണ്ട എന്ന് പറഞ്ഞ ആ ഓട്ടോക്കാരനെ പണ്ടെവിടെയോ കണ്ടു മറന്നതുപോലെ അയാൾക്ക് തോന്നി. കണ്ണട ഒരിക്കൽ കൂടി ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അഭി അയാളെ സൂക്ഷിച്ചു നോക്കി. ഞാൻ എവിടെയോ, നമ്മൾ മുൻപ് പരിചയമുള്ളതുപോലെ ഒരു... അയാൾ പാതിയിൽ നിർത്തി. താൻ മറന്നുല്ലേ? ഞാൻ ദേവനാണേടോ, കാളകെട്ടി ഇല്ലത്തെ ദേവദത്തൻ. അഭിമന്യുവിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മിഴിഞ്ഞു. ദേവേട്ടൻ. ആ ചുണ്ടുകൾ വിറച്ചു. അതെ. താൻ പോയ പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കണ്ടില്ലേ? പഴയ പാടങ്ങളിൽ നിന്നെടുത്ത് കെട്ടിടങ്ങൾ, റോഡുകൾ. അഭിമന്യു ചുറ്റും നോക്കി. ശരിയാണ്. വള്ളക്കടത്ത് പാടം നിശ്ലേഷം മാഞ്ഞിരിക്കുന്നു. അല്ല, ദേവേട്ടൻ എന്താ ഓട്ടോ ഒക്കെ ആയിട്ട്? കാളകെട്ടിയിലല്ലേ ഇപ്പോൾ? ലക്ഷ്മിയുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ചോദ്യം കേട്ടതും ദേവദത്തിൻ്റെ മുഖം മൗനമായി. ജീവിക്കണ്ടേ മോളെ? മക്കളുടെ പഠിപ്പ്, വീട്ടിലെ ചിലവ്, എൻ്റെയും സഹധർമ്മിണിയുടെയും എണ്ണയും കുഴമ്പും എല്ലാം ഇവനെ ഒടിച്ച് കൈയാക്കണം. ശങ്കരനാരായണ തന്ത്രി ദേഹം മൺമറഞ്ഞതോടെ ഉണ്ണിത്തിരുമേനി ആകെ വയ്യാതായി. അതിൽ നിന്നും ഒരു മോചനമാവട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വേലി കഴിപ്പിച്ചു. നീട്ടി ചുമച്ചുകൊണ്ട് ദേവൻ തുടർന്നു. ഇല്ലത്തമ്മ വന്നതോടെ പരിഷ്കാരങ്ങളും വന്നു. ഇല്ലവുമായി ബന്ധങ്ങളില്ലാത്തവർ അവിടെ നിൽക്കണ്ട എന്ന ഉത്തരവ്. അതോടെ ഞാൻ പുറത്തായി. അത് ഉണ്ണിത്തിരുമേനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അല്ലെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ദേവേട്ട. ഒന്നും നമ്മൾ സ്വപ്നം കാണും പോലെ അല്ലല്ലോ. ആരും നമ്മൾ കാണുന്നത് പോലെയുമല്ല. അഭിമന്യു ഒരു ദീർഘനിശ്വാസത്തോടെ അയാളുടെ തോളിൽ കൈവച്ചു. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരാ? തൻ്റെ മോളാ? ലക്ഷ്മിയുടെ സാരിത്തുമ്പിൽ തൂങ്ങി ഒളിച്ചു നിന്ന പെൺകുട്ടിയെ നോക്കി ദേവൻ ചിരിച്ചു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ പുതിയൊരു ലോകത്തെത്തിയ തിളക്കമുണ്ടായിരുന്നു. അതെ, ഒരാളേ ഉള്ളൂ. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. അഭിമന്യു പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. മോൾക്ക് മാമനെ മനസ്സിലായോ? ദേവൻ ആ സുന്ദരി കുട്ടിക്ക് നേരെ തിരിഞ്ഞു. ഞാനും മോളുടെ അച്ഛനുമൊക്കെ വലിയ കൂട്ടുകാരായിരുന്നു. ആട്ടെ, എന്താ മോളിൻ്റെ പേര്? അയാളുടെ ചോദ്യം കേട്ടതും അവൾ സംശയഭാവത്തിൽ ലക്ഷ്മിയെ നോക്കി. മാമനോട് പേര് പറ മോളൂ. സാരിത്തുമ്പിൽ മുഖമൊളിപ്പിച്ച് നിന്ന മകളെ ലക്ഷ്മി മുൻപോട്ട് നീക്കി നിർത്തി. ആലിലകളെ തഴുകിയെത്തിയ ഇളങ്കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ മാടിയൊതുക്കി ചെറുചിരിയോടെ അവൾ പറഞ്ഞു, ശ്രീപാർവതി. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രേതകഥയുമായി വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.